ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അറിയാവുന്നതന്നെ, പക്ഷെ ബൈബിളിൽ മറന്നു കിടന്ന വചനങ്ങൾ പല ഭാഗത്ത് നിന്ന് പഠിപ്പിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് ലോകത്ത് ഏതൊരു അവിശ്വാസി, ആദ്യം ശ്രദ്ധിക്കുക, അവിശ്വാസികൾ, ലോകത്തിലെ ഏത് ഭാഷക്കാരനും അവരവരുടെ ഭാഷകളിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ അവർ വായിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് 3 വ്യക്തികളായി തന്നെയാണ് മനസ്സിലാകുന്നത്. എങ്ങനെ? ജ്ഞാനത്തിൽ, ബുദ്ധിയിൽ. വിശ്വാസിയല്ല, പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തി വായിച്ചിരുന്നാലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികൾ. എന്നാൽ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട ജനമെന്നും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണെന്നും ലോകത്തിൽ ദൈവസന്തതികൾ എന്നറിയപ്പെടുന്ന ഇതേ ക്രിസ്ത്യാനികൾ, ഭൂമിയിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും, യേശുനാമ സഭകളുണ്ട്, അവർ ഒഴികെ ബാക്കി എല്ലാ സഭകളും ഇതേ ബൈബിൾ തന്നെ വായിക്കുമ്പോൾ അവർക്കും മനസ്സിലാകുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികൾ. എന്നാൽ അവിശ്വാസികൾ വീണ്ടും ദൈവം അവരെ, ബൈബിൾ പറയുന്നത്, നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പൊ ലോകം നോക്കും, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്നും ദൈവമക്കളെന്നും അവകാശപ്പെടാത്ത ജനം അവർ ഒന്നേ പറയുള്ളൂ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികൾ എന്നേ അവർ പറയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കൾ എന്ന് പറഞ്ഞ ലോക ക്രിസ്ത്യാനികൾ പറയുന്നു ഇത് 3 വ്യക്തികളാണ്. പിന്നെ ദൈവത്തെ അപമാനിക്കാൻ പറയുന്ന 3ഉം ചേർന്ന ഒന്നാണ് ദൈവം എന്ന്. അപ്പൊ ദൈവത്തെ എത്രത്തോളം അപമാനിക്കുന്നു, പിശാച് മുഴു ലോകത്തെ ചതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എത്ര വാസ്തവമാണ്. അവിടെ പിശാച് അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നു, അവർക്കൊന്നും മനസ്സിലാകുന്നുമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവർക്കും ബൈബിൾ വായിച്ചാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തി, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്നവർ, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർക്ക് എന്താണ് വചനം പറയുന്നത് നമുക്ക് നോക്കാം. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് ലോകത്തിലുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ പേർ പറയുമ്പോഴും 3ഉം ചേർന്ന ഒന്നും. അപ്പോൾ അവരാരായി? ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ ഞാൻ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളഞ്ഞിരിക്കുന്നു. ഒറ്റൊന്നും ദൈവം അറിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് ഇവരാണ് ചെയ്യുന്നത്, ക്രിസ്ത്യാനികളാണ് ചെയ്യുന്നത്, ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ. അതുകൊണ്ട് അവർ നോക്കിയാണ് കർത്താവ് പറയുന്നത്, ഇടർച്ചയുണ്ടാക്കുന്നവരെ എന്നെ വിട്ടു പോകും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന്. ഇപ്പോഴും അറിയുന്നില്ല. ദൈവം മറ്റേ ചെറിയൊരു കൂട്ടർ അവിടെ ഇരിക്കുന്നു, ദൈവകൃപയാൽ. നോക്കുക, യോഹന്നാൻ 16:12 യേശു പറയാണ്, യേശു ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് പറയാണ്, ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹിപ്പാൻ കഴിയില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത വ്യക്തിക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തിയെങ്കിൽ, ഈ പരിശുദ്ധാത്മാവ് ലഭിച്ചവർക്കും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തിയെങ്കിൽ എന്ത് മനസ്സിലാക്കാം? യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല. മുഴുവൻ സഭകളും നമ്മളങ്ങനെ ആയിരുന്നു. നമ്മളും പെന്തക്കോസ്തിലെ, മാർത്തോമയിലെ, സിഎസിലെ പല സഭകളിലായിരുന്നപ്പോൾ നമ്മളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തിയും 3ഉം ചേർന്ന ഒന്നായിരുന്നു. എന്നാൽ കാലത്തികവിൽ ദൈവത്തിന്റെ വചനം നമ്മെ തേടി വന്നപ്പോൾ ദൈവകൃപയാൽ സ്നാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന വചനപ്രകാരം നാം സ്നാനമേറ്റപ്പോൾ, പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ, ദൈവം പറയുന്ന സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമുക്ക് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തിയല്ല, ഒരുവനാണ് 3 രീതിയിൽ വെളിപ്പെട്ടത്. ഒരുവൻ, വ്യക്തി ഒന്ന്. അവന്റെ നാമമാണ്, പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു, പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. ഒറ്റ നാമം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കുമെന്ന് പറഞ്ഞ ആ നാമം കർത്താവായ യേശു ക്രിസ്തു. ഇത് ദൈവമക്കൾക്കുള്ളതാ. ദൈവമക്കൾ ആരാണ്? ആത്മാവ് വഴി നടത്തുന്നവർ. അപ്പൊ പരിശുദ്ധാത്മാവ് വഴി നടത്തിയവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ, ഗ്രഹിക്കുകയുള്ളൂ. അല്ലാതുള്ളവർക്കോ ഇപ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ പഴയ പാണ്ഡിത്യം, ഈ ലോകത്തുള്ള ഭാഷമാരെല്ലാം ഇതിന് വിരുദ്ധമല്ലേ, ഞാൻ അവരോടെ നിൽക്കുള്ളൂ എങ്കിൽ നിങ്ങൾ മനുഷ്യന്റെ പ്രീതി അന്വേഷിക്കുന്നു, ദൈവത്തിന് കൊള്ളാവുന്നവരല്ല. അല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഴം, കർത്താവ് എന്ന് പേരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അഭിഷേകം തരികയും വെളിപ്പെടുത്തി തരികയും ആ ആത്മാവ് നിങ്ങളെ സ്നാനക്കുളത്തിലേക്ക് നടത്തുകയും പാപം മോചിക്കുകയും നിങ്ങൾ പരിശുദ്ധാത്മാ പ്രാപിക്കുകയും ആ ആത്മാവ് വഴി നടത്തപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും, ഇല്ലെങ്കിൽ വിളിക്കപ്പെടില്ല. നോക്കൂ, ഈ അവിശ്വാസികളും ക്രിസ്ത്യാനികളും തമ്മിൽ എന്ത് ആത്മീക വേർപാടാണുള്ളത്? ഉണ്ടോ? ആരാണ് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് വഴി നടത്തുന്നത്? ആരുമില്ല. ഈ സഭകളെയും
അവിശ്വാസികൾ നടത്തുന്നത് ഒരേ ആത്മാവ് തന്നെ, അത് എതിർ ക്രിസ്തു തന്നെ. ഇതിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വായിച്ച വചനമാണ് 1 യോഹന്നാൻ 2:22. അപ്പൊ യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുന്നവൻ ദൈവത്തിനല്ല. ദൈവാത്മാവ് വഴി നടത്തുന്നവർ ദൈവത്തിന്റെ മക്കൾ. യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടും. നോക്കുക, ഇവിടെ രണ്ടു കൂട്ടരും വെളിപ്പാടില്ലാതെ ഒന്നുപോലെ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ആയിരിക്കാനാണോ ദൈവം നാം ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല. എന്നാൽ യോഹന്നാൻ 10:30 യേശു എന്ന് പറഞ്ഞു, ഞാനും പിതാവും ഒന്ന്. ഇത് പഠിച്ചിരിക്കുന്ന ജനം തന്നെ വീണ്ടും അതിനെ മൂന്നാക്കുന്നു. ബൈബിൾ പറയുന്നു, ഈ പുസ്തകത്തിൽ ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന വിശുദ്ധ നഗരത്തിൽ ജീവന്റെ അംശത്തിൽ ഓഹരിക്കാരാവുകയില്ല. നോക്കൂ, അങ്ങനെ യേശു വന്ന് വഴി നടത്തുമ്പോൾ യേശു പറഞ്ഞു, ബൈബിൾ ജ്ഞാനികൾ നോക്കി പറഞ്ഞു, ശ്രദ്ധിക്കുക, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. ഇത് ആരോട് പറഞ്ഞു? ഇന്നത്തെ മുഴുവൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നു, മണവാട്ടിയാണ്, മക്കളാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരാണെന്ന് അവകാശപ്പെടുന്നവരെ പോലെ പഴയ നിയമകാലത്ത് യേശു വരുമ്പോൾ ബൈബിൾ ജ്ഞാനികൾ, പരീശന്മാർ, ശാസ്ത്രിമാർ, സന്ദർശകർ, സദൂക്യർ, രാജാക്കന്മാർ, അപ്പൊ പഴയ നിയമത്തിലെ സകല വിശ്വാസികൾ എന്ന് പറഞ്ഞിരുന്നവരും, വാസ്തവത്തിൽ വിശ്വാസികൾക്ക് മനസ്സിലാവും, അവർ അവകാശപ്പെട്ടത് എന്താണ്? അങ്ങനെ അവകാശപ്പെട്ടു നിന്ന ജനത്തിനോട് ദൈവം സംസാരിക്കുകയാണ്. യേശു ക്രിസ്തുവിടെ അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. തുറന്നു നോക്കുക, നമ്മൾ തുറന്നു നിൽക്കുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ തന്നെ നമ്മെ കല്ലെറിയുന്നത് പോലെ യേശു പറഞ്ഞപ്പോൾ എന്താണെന്ന് ഗ്രഹിക്കാതെ അവർ യേശുവിനെ കല്ലെറിയുമെങ്കിൽ നമ്മെയും കല്ലെറിയും. കാരണം അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൺമുമ്പിൽ കന്യകയിലാണ് യേശു ക്രിസ്തു ജനിച്ചു വളർന്നു വന്നത്. ഇതാണ് അവരുടെ ധാരണ. അത് ജഡമനസ്സിന്റെ തോന്നലാണ്. ആത്മീകൻ സകലത്തെ ഗ്രഹിക്കും, പ്രാകൃത മനുഷ്യൻ ഒന്നും ഗ്രഹിക്കുകയില്ല. നോക്കൂ, അവർ എറിയുവാൻ കല്ലെടുത്തു. അങ്ങനെയെങ്കിൽ ആരാണ് ദൈവിക വെളിപ്പാടുകൾ കേൾക്കുമ്പോൾ ഗ്രഹിക്കാതെ കല്ലെറിയുന്നവർ? യേശു പറഞ്ഞത് വെളിപ്പാടാണ്. വെളിപ്പാടെന്ന് എന്താണ്? മറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ വെളിപ്പെടുത്തി. അബ്രഹാമിന് മുമ്പേ ഉള്ളത് ഈ യേശുവാണെന്ന് അവർക്കറിയില്ല, യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നവർക്കറിയില്ല. മറഞ്ഞിരിക്കുന്ന കാര്യത്തെ യേശു വെളിപ്പെടുത്തി, അത് വെളിപ്പാട്. വെളിപ്പാട് കേട്ടപ്പോൾ അവർ കല്ലെറിയാൻ തുടങ്ങിയെങ്കിൽ ഇന്നും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇതിന്റെ വെളിപ്പാടാണ് പിതാവ് കർത്താവ്, പുത്രൻ യേശു, പരിശുദ്ധാത്മാവ് ക്രിസ്തു. അത് പിതാവിന്റെ നാമം കർത്താവ്. യേശു വിളിച്ച കർത്താവെ ഇവർ ചെയ്യുന്നതെന്ന് അറിയാതെ ക്ഷമിക്കണമേ. മറിയ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി. പുത്രന്റെ പേര് യേശു, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് തന്നെയാണ് ക്രിസ്തുവിന്റെ മുദ്ര. അപ്പോൾ ഇന്ന് ഈ വെളിപ്പാട് പറയുമ്പോൾ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ തന്നെ നമ്മെ കല്ലെറിയുന്നെങ്കിൽ എന്ത് മനസ്സിലാക്കാം? അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരല്ല, വെളിപ്പാടിലല്ല. വെളിപ്പാടിലല്ലാത്തതിനാൽ ദൈവസഭയുടെ ഭാഗവുമല്ല. വെളിപ്പാടിലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. നോക്കുക, പഴയ നിയമകാലത്ത് ദൈവം നേരിട്ട് വഴി നടത്തിയപ്പോൾ അവർ അനുസരിച്ചില്ല. തുടർന്ന് ദൈവം നോഹയെയും മോശയെയും ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും നിയമിച്ചു. ദൈവം അവരിലൂടെ സംസാരിച്ചു. ഓരോ കാലങ്ങളിലും അവർ അനുസരിക്കാതെ വന്നപ്പോൾ നിങ്ങൾ പാപത്തിലാണ്, മാനസാന്തരപ്പെടുക എന്ന് ദൈവം അവരോട് പറഞ്ഞു. അവർ കേട്ടില്ല. ഒടുവിൽ ഇസ്രായേലിന്റെ രാജാവും തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ തന്നെ രാജാതി രാജാവും കർത്താവുമായി തന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് തങ്ങളുടെ പാപങ്ങളെ മോചിച്ച് വീണ്ടെടുക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരുമായി തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. ആര്? യേശുവിന്റെ കാലത്തുള്ള പഴയ നിയമ വിശ്വാസികൾ ആയ സകലവരും വിചാരിച്ചത്, അവർക്ക് വചനം കൊടുത്തിരുന്നു, യഹോവ വന്ന് തന്നെ രക്ഷിക്കുമെന്ന്, അവിടെ വീണ്ടെടുപ്പുകാരൻ വരുമെന്ന്, അവരുടെ രക്ഷിതാവ് വരുമെന്ന്, അവരുടെ പാപവിമോചകൻ വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ വന്നപ്പോൾ ആ യഹോവയായ ദൈവം തന്റെ മന്ദിരത്തിലേക്ക് തന്നെയാണ് വന്നത്. മലാഖി 3:1 പറയുന്നത് മന്ദിരം എന്താണ്? ശരീരം. ആ ശരീരം മാത്രമാണ് കന്യകയിൽ നിർത്തത്. ആ കന്യകയിൽ നിർത്ത ശരീരത്തിന്റെ ഉള്ളിൽ ഇരുന്നത് ഈ അവർ പ്രതീക്ഷ വെച്ചിരുന്ന പിതാവായ ദൈവം തന്നെ. പക്ഷെ യേശു വിശദീകരിച്ച് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല. മനസ്സിലായത് ഒരു കൂട്ടർക്ക് മാത്രം. ആർക്കാണ്? വിശുദ്ധന്മാരും നീതിമാന്മാരും എന്ന് പറഞ്ഞവർക്കല്ല, പാപികൾക്ക് മനസ്സിലായി. ഭൃത്യമായി വിളിച്ചു കർത്താവേ. എഫേസ്യ ലേഖനം പറയുന്നു ഒരു കർത്താവേ ഉള്ളൂ. ഭൂതഗ്രസ്തർ വിളിച്ചു കർത്താവേ. ഭൃത്യമായി വിളിച്ചു. കിണറ്റിയറിലെ സ്ത്രീ വിളിച്ചു. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ശമരിയ സ്ത്രീ
സെറോഫിനിക്കൽ സ്ത്രീ അവർ വിളിച്ചു. അപ്പൊ പാപികൾ മുഴുവനും യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചു. നീതിമാന്മാരും വിശുദ്ധന്മാരും സഭയിലെ ജനമൊന്നും ദൈവത്തിന് ജനമൊന്നും പറഞ്ഞവർ യേശുവിനെ ബേൽസബൂൽ എന്ന് വിളിച്ചു. നിനക്ക് ഭൂതമുണ്ട്, നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു കൊല്ലുവാൻ കല്ലെറിഞ്ഞവർ അവരുടെ പിൻതലമുറയാണ് ഇന്ന് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഇരിക്കുന്ന സകലവരും. അതുകൊണ്ടാണ് അവരുടെ മുമ്പിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് എന്ന് തോന്നുന്നതിനെ പിതാവിന്റെ നാമം ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാക്ക് കൊടുക്കാൻ പോകുമ്പോൾ അവർ നമ്മെ ഉപദ്രവിക്കുന്നതും ഈ നാമത്തിൽ സ്നാനപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും വേണ്ടപ്പെട്ടവരും ഭാര്യയും മക്കളും അല്ലെങ്കിൽ സഹോദരങ്ങളും എല്ലാം നമ്മളെ പഴിക്കുന്നുവെങ്കിൽ യേശു പറഞ്ഞു, എന്റെ നാമം നിമിത്തം നിങ്ങൾക്ക് പഴി ദൂഷി നിന്ന പരിഹാസം ഉണ്ട്. അവർ ദൈവാത്മാവ് പ്രാപിച്ചവരല്ല. ദൈവാത്മാവ് പ്രാപിച്ചവൻ ആരാരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ രക്ഷിതാവായി തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രതീക്ഷ എവിടെ നിന്നു? പഴയ നിയമത്തിൽ കൊടുത്തിരുന്ന വചനപ്രകാരം തന്നെ നമ്മൾ തുടർന്ന് നോക്കാൻ പോകുന്നത് അതാണ്. പഴയ നിയമത്തിൽ ദൈവം പഴയ നിയമകാലത്തുള്ളവർക്ക് കൊടുത്ത വചനവും യേശു വന്ന ശേഷമുള്ള വചനം തമ്മിൽ ടാലിയായി നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ വചനം ശരിയായി പോകും. ഏത്? റോമർ 10:9 യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത്. നമ്മളിപ്പം അല്ലാതെ പറയുന്നത് പുത്രനാണ് പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ അവരെ അടിക്കാൻ വരും. പുത്രന്റെ നാമമാണ് യേശു, പിതാവിന്റെ നാമം കർത്താവ്. യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയണം. അവൻ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് എഴുതിയിരിക്കുന്ന ബൈബിൾ അവർ വായിക്കുന്നു. പക്ഷെ ആത്മാവിൽ പരിശുദ്ധാത്മാവില്ലാത്തവനെ ഗ്രഹിക്കുന്നില്ല. ഞാനും പിതാവും യേശു പറഞ്ഞാണ്. അത് പുത്രനും പിതാവും ഒന്ന്. യോഹന്നാൻ 10:30 യേശു തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവരിന്ന് 2-3 ആക്കുന്നു. ദൈവമക്കളാണോ? അല്ല. നോക്കൂ, എന്തുകൊണ്ടാണ് അവർ യേശുവിനെ തിരിച്ചറിയാതെ പോയതെന്ന് നമുക്ക് നോക്കാം. യഹോവ തന്നെ ഇറങ്ങി വരുമെന്നാണ് അവരെ രക്ഷിക്കുമെന്ന് അവർക്ക് വചനം കൊടുത്തിരുന്നു. പഴയ നിയമത്തിൽ വചനം ഉണ്ടായിരുന്നു, ദൈവം യഹോവ തന്നെ ഇറങ്ങി വന്നിട്ട് അവരെ രക്ഷിക്കുമെന്ന്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവന്റെ യേശു ക്രിസ്തുവിന്റെ ശ്രദ്ധിക്കണം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവന്റെ ജനനവും ഇടപെടലുകളും വിശുദ്ധിയും വേർപാടുമില്ലാത്ത പാപികളോടും രോഗികളോടും ഭൂതഗ്രസ്തരോടുമായിരുന്നു. വിശ്വസിക്കോ? പരിശുദ്ധൻ, ദൈവം മാത്രം പരിശുദ്ധൻ, സ്വർഗത്തിന്റെ രാജാവ്, അവരുടെ വിശുദ്ധിയോട് അവർ കാത്തു പരിപാലിച്ച് വിശ്വസിച്ചിരുന്ന ആ പിതാവായ ദൈവം അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ കർത്താവ് സൃഷ്ടിതാവ് തന്നെ ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ ആ വചനപ്രകാരം പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് ഒരിക്കലും അവരുടെ ബുദ്ധിക്ക് വെളിപ്പെടുന്ന രീതിയിലല്ല. ഓരോ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഈ കാലത്ത് ദൈവം വില്യം മാര്യം ബ്രൻഹാമിനെ ഉപയോഗിച്ചതും ലോക മനുഷ്യർക്ക് ബുദ്ധിക്ക് ഗ്രഹിക്കുന്നതല്ല. അവർ ജ്ഞാനത്തിൽ ഗ്രഹിച്ചിട്ട് ദൈവവും ദൈവത്തിന്റെ ജനവും ദൈവത്തിന്റെ വെളിപ്പാടും അവർക്ക് തലയ്ക്ക് മുകളിലൂടെ നമ്മൾ കടന്നുപോയി കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും. ഓരോ കാലത്തും ദൈവം ഉപയോഗിച്ച മനുഷ്യർ ഏറ്റവും വിരുവുമായതും കൊള്ളാത്തവരും നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും കൊള്ളരുതാത്തവൻ തന്നെ ആയിരിക്കും. ബൈബിൾ മുഴുവൻ പരിശോധിച്ച് നോക്കുക. ഒരുവനുണ്ടായിരുന്നു പൗലോസ്, അവനും കൊള്ളില്ലായിരുന്നു വാസ്തവത്തിൽ. എന്താ? യേശുവിനെ വിശ്വസിക്കുന്നതിന് ഉപദ്രവിച്ച് നടന്നു, മരണയോഗ്യൻ. അവനെ എടുത്ത് നീതീകരിച്ച് ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ പഠിപ്പിച്ച അവനും വന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. നോക്കൂ, ജനനവും വളർച്ചയും യെരുശലേം ദേവാലയത്തിലല്ല, മഹാപുരോഹിതന്മാരുടെ ഇടയിലുമല്ല. സ്വർഗത്തിൽ നിന്ന് ഒരുവൻ വന്നാൽ യെരുശലേം തന്റെ മന്ദിരത്തിലേക്ക്, മലാഖി 3 തന്റെ മന്ദിരത്തിലേക്ക് വരും. മന്ദിരം അവർ തെറ്റായി വ്യാഖ്യാനിച്ചിരുന്നു, യെരുശലേം ദേവാലയമാണെന്ന്. എന്നാൽ മന്ദിരത്തിൽ തന്നെയാണ് വന്നത്, തന്റെ ശരീരമാകുന്നു മന്ദിരം. നോക്കൂ, യേശു വന്നത് മഹാപുരോഹിതന്മാരുടെ ഇടയിലല്ല. യേശു മഹാപുരോഹിതന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ കയ്യഫാവിന്റെ അതുപോലെ രാജാക്കന്മാരുടെ ഇടയിലോ യെരുശലേം ദേവാലയത്തിലാണ് ജനിച്ചു വന്നതെങ്കിൽ ഒരു പാപി പോലും രക്ഷപ്പെടുകയില്ല. പാപികൾ കിടക്കുന്നെല്ലാം വഴിവെക്കില്ല. ആരോരുമില്ലാത്തവരായി, കുഷ്ഠരോഗം പിടിച്ച് ഭൂതഗ്രസ്തരായി, രോഗം പിടിച്ച് ആരോരും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന പാപികൾ കിടക്കുന്ന വഴിവെക്കിലാണ്. യേശു പറഞ്ഞു, ഞാൻ പാപികളെ അത്രേ തേടി വന്നത്, നീതിമാന്മാരെ അല്ല. ഇന്നും സ്വയം നീതിമാനാണ്, ഞാൻ ശരിയാണ്, ഞാൻ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ദൈവത്തിന്റെ വെളിപ്പാട് മനസ്സിലാവുകയുമില്ല. കാര്യം ദൈവമാണ് ജ്ഞാനികൾക്കും വിവേകികൾക്കും തന്റെ മർമ്മം അടച്ചു വെച്ചിരിക്കുകയാണ്. പാപികൾക്ക് മനസ്സിലാവും. നീ ഒന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിന് ഹൃദയനുറുക്കത്തോടെ നിലവിളിച്ചാൽ ആത്മാവ് വരികയും സ്നാനക്കുളത്തിലേക്ക് വഴി നടത്തുകയും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും ദൈവാത്മാവ് വഴി നടത്തപ്പെടുകയും ദൈവത്തിന്റെ മക്കളായി കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുവാൻ പറ്റുകയും ചെയ്യും. നോക്കുക, മഹാപുരോഹിതന്മാരുടെ ഇടയിലല്ല ജനിച്ചതും വളർന്നതും ജീവിച്ചതും.
എങ്കിലും പഴയ നിയമത്തിൽ അവർക്ക് വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണോ പാപപരിഹാര മാർഗത്തിനായി വന്നത്? നമുക്ക് നോക്കാം. അത് തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞത് യഹോവൻ ദൈവം തന്നെയാണോ എന്ന്. ഇത് ലോകത്തോട് നിങ്ങൾ പറയണം. നിങ്ങൾ ഇത് കേട്ട് പറഞ്ഞില്ല എങ്കിൽ ദുഷ്ടദാസനെ എന്ന് വിളിക്കും. കാരണം ബൈബിൾ പറയുന്നു, ഒരു താലന്ത് ലഭിച്ചിട്ട് പറയാതെ കൊണ്ട് കുഴിച്ചിട്ട ദുഷ്ടദാസനെ എന്ന് വിളിക്കും. ദൈവത്തിന്റെ ഇഷ്ടമാണ് ഈ സത്യം ലോകത്തോട് പറയണമെന്ന്. അതുകൊണ്ട് ഇത് ഇവിടെ റെഡിയാക്കി എടുത്തത്. നോക്കിക്കോളൂ, ഇവിടെ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മനുഷ്യർ ജ്ഞാനത്തിൽ പറയുന്നത് പോലെ വേറെ ഒരു വ്യക്തിയാണോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ന് നമുക്ക് ദൈവവചന പ്രകാരം നോക്കാം. അപ്പോൾ തന്നെ ഒരു കാര്യം അറിയുക, യേശു പറഞ്ഞിരുന്നു, ഈ കാലം, അതായത് അന്ത്യകാലം നോഹയുടെ കാലം പോലെയും സോദോമിന്റെ നാളുകൾ പോലെയും ആകും. എന്ന് വെച്ചാൽ എന്താ? നോഹയുടെ കാലത്ത് എന്താ? സോദോമിന്റെ കാലത്ത് എന്താ? സത്യം എന്താണെന്ന് വിളിച്ചു പറയുവാൻ ഒരുവൻ ഉണ്ടായിരുന്നു. മുഴു ജനത്തോടും വിളിച്ചു പറയാൻ ഒരുവൻ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ലോകത്ത് മുഴുവൻ വിളിച്ചു പറയാൻ നമ്മളെ ഉള്ളു കർത്താവിന്. ഞാൻ എന്നെ വിലയിട്ട് ഒരു യോഗ്യതയുമില്ല, ഒരു കൊള്ളില്ല, കൂടില്ല, എന്റെ പ്രായം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമെങ്കിൽ നിങ്ങളെ തെരഞ്ഞെടുത്ത കർത്താവ് നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവും. അങ്ങനെ ദുഃഖിക്കില്ല, ഇങ്ങനെ പറയുന്നുണ്ട്. തന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ദുഃഖിക്കുന്നില്ല. അപ്പൊ എന്തായിരിക്കും ശരി? ഞാൻ അങ്ങനെ പറയുന്നത് വിഷമം കേൾക്കരുത്. നിങ്ങളെ ദൈവം മണവാട്ടിയായിട്ട് തിരഞ്ഞെടുത്തതല്ല. 100 ബൈബിളാണ്. അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ. ശക്തി ധരിക്കുവോളം യെരൂശലേമിലേക്ക് ശക്തി ലഭിച്ചാൽ ഇറങ്ങി പുറപ്പെടും. യെരൂശലേമിലും ശമരിയിലും ചുറ്റുമുള്ള പട്ടണ പ്രദേശങ്ങളിൽ ലോകത്തിന്റെ അറ്റത്തോളം ഇറങ്ങി പുറപ്പെട്ട് ഈ സുവിശേഷം, സത്യ സുവിശേഷം പറഞ്ഞിരിക്കും. ഇത് നമ്മളല്ല പോകുന്നത്, നമ്മുടെ ഉള്ളിൽ വന്ന് ആത്മാവ് വഴി നടത്തുകയാണ്. ഇല്ല എങ്കിൽ മണവാട്ടിയുടെ കടത്തിൽ പോകില്ല. ഞാനിത് പറയുന്നതിനോട് ആള് പറയാണ്. പക്ഷേ എങ്കിലും ഒരു വ്യക്തിയും ഇതിനകത്തുണ്ടെങ്കിൽ അത് സ്വർഗം സന്തോഷിക്കുന്ന നിമിഷം, സകല ആത്മാക്കളും എഴുന്നേറ്റ് സന്തോഷിക്കുന്ന സമയം. ഇതുപോലെ വിളിച്ചു പറയുന്ന ഒരുവൻ ഉണ്ടോ എന്നും കർത്താവ് പരിശോധിക്കും. ജനത്തിന്റെ പ്രീതി നോക്കി, അവരുടെ സമ്പത്ത് നോക്കി, സമാധാനം നോക്കി, പൈസ നോക്കിയിട്ട് ജനം ആള് കൂടുതൽ വരണമല്ലോ എന്ന് വെച്ച് പറയുന്നുവെങ്കിൽ അവിടെ ആരും വരില്ല. യേശു അങ്ങനെ നോക്കിയില്ലതിന് ഉദാഹരണം ബൈബിളിലുണ്ട്. യേശു ലോകപ്രകാരം ആഹാരം കൊടുത്തു, അപ്പം കൊടുത്തു, മീൻ കൊടുത്തപ്പോൾ ജനങ്ങളെല്ലാം ഒത്തുകൂടി രോഗസൗഖ്യമാക്കി, അത്ഭുതം അടയാളം വീര്യപ്പെടുത്തി. നല്ല വ്യക്തി. യേശു ഒരു വെളിപ്പാട് പറഞ്ഞു, സ്വർഗം നിറങ്ങുന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. എന്റെ രക്തം കുടിക്കാതെയും എന്റെ മാംസം തിന്നാതെയും ഇരിക്കുന്നവന് ജീവനില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നെ തിന്നാനോ? ആ വന്നുകൂടി ആയിരക്കണക്കിന് ജനത്തിന് വെളിപ്പാടില്ലായിരുന്നു. വെളിപ്പാട് അറിയാവുന്ന ഒരുവനായിരുന്നു പത്രോസ്. അവന്റെ കയ്യിലാണ് സ്വർഗത്തിന്റെ ചാവി കൊടുത്തത്. അവൻ പറഞ്ഞു, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ട് എവിടെ പോകാനാ? എന്നെ തിങ്ങണമെന്ന് പറഞ്ഞ എന്റെ വായിലൂടെ വരുന്ന വചനം അത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത് 2:38. ഈ യേശു ക്രിസ്തു തന്നെയാണ് പറഞ്ഞത്, യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിനെന്ന്. ലോകത്തിന് പിശാച് ഇത് 3 വ്യക്തിയാക്കിയത് കൊണ്ട് പിതാവ് പുത്രൻ പറഞ്ഞതല്ലേ നമുക്ക് കേൾക്കാം. പുത്രനെ നമുക്ക് വേണ്ടി മരിച്ചത്. പത്രോസ് പറഞ്ഞതല്ല കേൾക്കാമെന്ന് പറയുന്നെങ്കിൽ അവൻ ആത്മാവ് പ്രാപിച്ചവനല്ല. നമ്മൾ അവരുടെ ഇടയിലായിരുന്നു ആത്മാവ് പ്രാപിക്കാതിരുന്നു. പെന്തക്കോസ്ത് മറ്റു സഭകളിലോ ദൈവകൃപയാൽ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ ആത്മാവ് നൽകിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരുവനേ ഉള്ളൂ, അവൻ തന്നെ കർത്താവ് യേശു ക്രിസ്തു. കർത്താവ് യേശു ക്രിസ്തു. ഈ അന്ത്യകാലത്ത് ഇതുപോലെ സത്യം വിളിച്ചു പറയണം. ഈ കാലം അങ്ങനെയാകും. എന്നാലും കേട്ടാലും അവർ ഗ്രഹിക്കുകയുമില്ല. ഗ്രഹിച്ചാലും അവരെ പുരോഹിതന്മാരെയും സഭകളെയും തങ്ങളുടെ ജീവിത സൗഭാഗ്യങ്ങളെയും മറ്റുള്ളവർ തള്ളിക്കളഞ്ഞാലോ, ആഹാരം കിട്ടാതെ വന്നാലോ, പുറത്താക്കിയാലോ എന്നോർത്തിട്ട് ദൈവവചനത്തെ ആദ്യം അവർ തള്ളും. എന്നിട്ട് ഈ ലോകത്തിന്റെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരെ, വേണ്ടപ്പെട്ടവരെ സ്വീകരിക്കും. ഇങ്ങനെയുള്ളവരും ദൈവത്തിന് കൊള്ളാവുന്നവരല്ല. നോക്കൂ, മാത്രമല്ല ബൈബിൾ പറയുന്നു, സാത്താൻ മുഴു ലോകത്തെയും ചതിച്ചിരിക്കുന്നു. വീണ്ടും യേശു പറയുകയാണ്, അതായത് ഈ ലോകത്ത് കാണുന്ന സകല ചർച്ചുകളും ദൈവസഭയാണ്, ദൈവജനമാണ് എങ്കിൽ യേശു പറഞ്ഞ ഈ വചനങ്ങളെല്ലാം തെറ്റിപ്പോകും. വാതിൽ ഇടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കം. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. തേജസ്കരിക്കുന്നതോ വീണ്ടും അതിലേറെ ചുരുക്കം. അങ്ങനെയെങ്കിൽ ഇന്ന് ഭൂമി മുഴുവൻ കാണുന്ന ഈ ക്രിസ്തീയ വിശ്വാസികളെല്ലാം യഥാർത്ഥ ആത്മാവ് വഴി നടത്തുന്ന ദൈവമക്കളെങ്കിൽ യേശു പറഞ്ഞ ഇതുപോലെയുള്ള ഈ വചനങ്ങളെല്ലാം തെറ്റിപ്പോയില്ലേ? കുറച്ചുപേർ മാത്രമേ ഉള്ളൂ വാതിൽ ഇടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്. എന്താ വാതിൽ? വാതിൽ കർത്താവായ യേശു ക്രിസ്തു. അത് ഗ്രഹിക്കുന്നതിനെ വളരെ ചുരുക്കമാണ്. വഴി എന്താണ്? അതാണ് ഈ സന്ദേശം, വചനം. നമ്മളെ വഴി നടത്തുന്ന ജീവന്റെ ആത്മാവിനാൽ നമ്മെ വഴി നടത്തുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ ജീവിക്കേണ്ട രീതികൾ കഠിനമുള്ളതാണ്, ഇടുക്കമുള്ളതാണ്. വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ലോകത്തിന്റെ വഴിയോ വിശാലം. ഓക്കെ, അപ്പൊ ലോകത്തുള്ള എല്ലാവരും ശരിയാണെങ്കിൽ
യേശു പറഞ്ഞു തെറ്റാവും? ഒരിക്കലുമില്ല. യേശു പറഞ്ഞു സകല മനുഷ്യരും ഭോഷ്കു പറയുന്നു, ദൈവം മാത്രം സത്യവാൻ. നമുക്ക് അങ്ങനെയെങ്കിൽ എന്താണ് സത്യമായത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അല്ലാതെ നമ്മളിപ്പോ പറഞ്ഞ പുത്രനാണ് പിതാവെന്ന് വിശ്വസിക്കാൻ പറഞ്ഞാൽ ഭൂമിയിൽ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല. ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിത നടക്കുന്നത് മനസ്സിലാകും. ഈ യേശുവിനെ കർത്താവ്, അല്ലെ, പുത്രനാണ് യേശു, കർത്താവാണ് പിതാവ്. അതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഇത് വിശ്വസിക്കാത്തതിനാൽ വിശ്വസിക്കുന്നു എന്നവർ പറയുന്നു, പക്ഷെ രണ്ടാക്കുന്നത് കൊണ്ട് ഈ ഒരു സഭയിലെ ഒരു വ്യക്തികളും രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് അവർ പാപത്തിൽ മരിച്ചിരിക്കുകയാണ്. അതിന്റെ വചനങ്ങളാണ്. ഞാൻ യൂട്യൂബിൽ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോയി യൂട്യൂബിൽ സംസാരിച്ചു. 3 എപ്പിസോഡ് ഇത് തന്നെയാണ് സംസാരിച്ചു. അത് ഇനി തിങ്കളാഴ്ച ഒന്നുകൂടെ പോകുന്നുണ്ട്. ഇനിയുണ്ട്, തുടർന്ന് സംസാരിക്കാനുണ്ട്. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അതിന് ഞാനിതൊക്കെ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. അതാ യേശു നമ്മൾ ആദ്യം വായിച്ച വചനം റോമർ 10:9. യേശുവിനെ കർത്താവ്. യേശുവിനെ കർത്താവ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു മർമ്മമുണ്ട്, നിഗൂഢ രഹസ്യമുണ്ട്. അത് പരിശുദ്ധാത്മാവ് പ്രാപിച്ച പുരോഹിതന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും അത് അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് സുവിശേഷം പറയാൻ വന്ന പുരോഹിതൻ മാത്രമല്ല, ഒരു വിശ്വാസിയായാലും ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ വിശ്വസിക്കുമ്പോൾ നമുക്കും അത് വെളിപ്പെടുത്തി തരും. അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്. ഇത് രണ്ടെന്ന് പറയുന്നവൻ രക്ഷിക്കപ്പെട്ടവനല്ല. അതാണ് നോക്കുന്നത്. ഈ വചനത്തിൽ മറന്നിരിക്കുന്ന ദൈവത്തിന്റെ നിഗൂഢ രഹസ്യം എന്ത്? ഓരോ വചനവും അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് അതിന്റെ ദൈവിക വെളിപ്പാട് എന്നാണ് നമ്മുടെ വിചാരമെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിനെ അയക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചുവെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന വചനത്തിനകത്തുള്ള നിഗൂഢ മർമ്മങ്ങൾ, രഹസ്യങ്ങൾ, വെളിപ്പാടുകൾ വെളിപ്പെടുത്തി തരണം. അതിനാണ് പരിശുദ്ധാത്മാവ്. അത് പ്രാപിക്കാനാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനമേൽപ്പാൻ അപ്പോസ്തലർ 2:38 നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നു പറഞ്ഞാൽ അല്ലാതെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരികയോ മുദ്രയിടുകയോ വഴി നടത്തുകയോ ഇല്ല. അഭിഷേകം വരും. അത് വചനം കേൾക്കുമ്പോൾ അത് വേറെ. യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടാതെ കിട്ടില്ല. എന്നാ പറഞ്ഞാൽ നമുക്ക് പണ്ട് ഗ്രഹിക്കണ്ടേ? ഇല്ലേ? നമ്മളൊക്കെ എത്രയോ വർഷമുണ്ട്, 10, 20, 25 വർഷമുണ്ട്, 28 വർഷം വരെ പെന്തക്കോസ്തിൽ ഇപ്പോൾ സ്ഥാനപ്പെട്ടിട്ട് പോയില്ലേ യേശുക്രിസ്തു നാമത്തിൽ. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല? അതിന് മുമ്പ് കത്തോലിക്കരൊക്കെ ആയിരുന്നു. അവിടെ നിന്നും പുറത്തേക്ക് വന്നിട്ട് വഴി നടത്താത്ത എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട്. പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടാ യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടാത്തതുകൊണ്ട്. അത് പറയുമ്പോൾ യേശു പറഞ്ഞ പിതാവ് പുത്രൻ പരിശുദ്ധൻ, അതിന്റെ വെളിപ്പാടാണ് കർത്താവ് യേശു ക്രിസ്തു. നോക്കൂ, ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മർമ്മം എന്താ നോക്കാം. അത് നമുക്ക് യേശുവിന്റെ വരവിനെ കുറിച്ച് നോക്കാം. ലൂക്കോസ് 1:31 നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. മത്തായി 1:21 മറ്റൊരു വചനം, 2 3 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ, നോക്കൂ, അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേർ കൊടുക്കണം. ഇതാരാണ് പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത്? കർത്താവ്, യഹോവയായ കർത്താവ്. പാപത്തിൽ രക്ഷിക്കാനായി ശരീരധാരിയെ വന്നപ്പോൾ ആ കർത്താവിന് എന്ത് പേര് കൊടുക്കാൻ പറഞ്ഞു? യേശു എന്ന് പേര് കൊടുക്കാൻ. അതാണ് റോമർ 10:9 യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഏത് കർത്താവ്? ദൈവമായ കർത്താവ്. ഒരു കർത്താവേ ഉള്ളൂ. എഫേസ്യർ 4:5. ഓക്കെ. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു കന്യകയിൽ നിന്ന് ജഡശരീരം എടുത്തത്? എബ്രായ ലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തോൽപ്പിച്ചു. ആര്? അവനും അവരെ പോലെ എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കണം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയായി. മക്കൾ തെറ്റിലായപ്പോൾ നമ്മുടെ അടുത്തതാണ് ആരാണ് മക്കൾ, ആരാണ് പിതാവ്. ആ മക്കൾ തെറ്റിയപ്പോൾ മക്കളുടെ ഇടയിലേക്ക് കൊച്ചിച്ചനെയും മാമനെയും അല്ല പറഞ്ഞു വിട്ടത്, പിതാവാണ് വന്നത്. കാര്യം യഹോവ പറഞ്ഞിരുന്നു, പിതാവ്, ദൈവം, യഹോവ അല്ലെങ്കിൽ കർത്താവ് തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ വന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അതാ നോക്കുക, മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് കന്യകയിൽ നിന്ന് ജഡശരീരവും രക്തം ഉള്ള ഒരു ശരീരത്തെ എടുത്തത്. ആത്മാവിനെ നിർത്തില്ല. ആത്മാവാണ് അബ്രഹാമിന് മുമ്പുള്ളത്. അതാവുന്നു ദൈവം, കർത്താവ്, യേശു ക്രിസ്തു. അതാണ് ജഡത്തിലേക്ക് വന്നത്. ഇത് വിശ്വസിക്കാത്തവരും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഓക്കെ. ഇനി യോഹന്നാൻ 1:11 അവൻ ആര്? ഈ അവരുടെ പിതാവ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1:11. അപ്പൊ ഇസ്രായേൽ ജനമാണ് സ്വന്തമായവൻ. നമ്മുടെ കഴിഞ്ഞ ആഴ്ച എടുത്താണ്. ആ സ്വന്തമായ ജനത്തിന്റെ ഇടയിലേക്ക് വന്നാരാണ്? സ്വന്തമായവൻ തന്നെ, യഹോവ തന്നെയാണ് വന്നത്. ആ വചനം നോക്കുക.
യേശുവാണ് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങൾ പറഞ്ഞ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. അവരുടെ മുമ്പിൽ കന്യകയിൽ ജനിച്ചൊരു യേശുവാണ് പറയുന്നത്. പക്ഷെ വന്നതാരാ? ദൈവമായ കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞത് അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. ഇത് അവർക്ക് മനസ്സിലായാലും അവർ കല്ലെറിയാണ്. അങ്ങനെയെങ്കിൽ മക്കൾ ആരാണ്, പിതാവ് ആരാണ് നോക്കാം. കാരണം ഇതിന് അവര് തെറ്റിപ്പോകാനുള്ള കാരണം ശ്രദ്ധിക്കുക. അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഈ യേശു ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനാണെന്നോ രക്ഷിതാവാണെന്നോ സ്വന്തക്കാരനെന്നോ ഇവരുടെ ദൈവം അവരെ പഠിപ്പിച്ചിട്ടില്ല. യേശു എന്ന നാമത്തിൽ യേശു വീണ്ടെടുപ്പുകാരൻ, രക്ഷിതാവ്, പാപവിമോചകൻ, വിടുതൽക്കാരൻ, പിതാവ് എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ആരെന്ന് പഠിപ്പിച്ചു? ദൈവമായ കർത്താവ്. ഇവർ പറയുമ്പോൾ മൂന്നും ചേർന്ന് ദൈവം അല്ല, ഒരുവൻ തന്നെയാണ്. അവൻ തന്നെ ജഡശരീരത്തിൽ വന്നു. ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. നോക്കുക. എന്നാൽ പഴയ നിയമകാലത്ത് യഹോവ പറഞ്ഞത് ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കും. ഇവിടെ നോക്കൂ, യഹോവ പറഞ്ഞു ഞാൻ തന്നെ ഇറങ്ങി വരുമെന്ന്, ഇറങ്ങി രക്ഷിക്കുന്നു. അപ്പൊ ഈ ജനം ഇവർ വിശ്വസിക്കാത്തതിന്റെ കാര്യം യേശു ഇതുപോലുള്ള പാപികളുടെ സഹവാസം, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ യേശു വരുമ്പോഴുള്ള അടയാളങ്ങൾ പറഞ്ഞിരുന്നു, അവരൊട്ടും ശ്രദ്ധിച്ചതുമില്ല. അടയാളം ആർക്കുള്ളതാണ്? അവിശ്വാസിക്ക്. അതിന്റെ കൂടെ ഒരു ശബ്ദമുണ്ടാകും, അതാണ് ദൈവജനത്തിനുള്ളത്. ഓക്കെ, അടയാളത്തിന്റെ ശബ്ദം എന്നൊരു മെസ്സേജിലുണ്ട്. നോക്കുക, യെശയ്യാ പ്രവാചകൻ 35:4 മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവേൻ. ഈ അവനാരാ? നിങ്ങളുടെ ദൈവം. അതാരാണ്? യഹോശുവ മശിഹായാണ്. അതിനെ ഷോർട്ട് ഫോമിലാണ് യഹോവ എന്നാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവാണ്. ആ ദൈവമായ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് രക്ഷിക്കുമെന്ന് യെശയ്യാ 35:4 പറയുന്നത്. ആ കർത്താവ് തന്നെയാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ മന്ദിരം ശരീരത്തിലേക്ക് വന്നു. ആ ദൈവിക വെളിപ്പാടില്ലാത്തവർ പറഞ്ഞു വേറൊരു വ്യക്തിയാണ് കല്ലെറിഞ്ഞത് പോലെ തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടാത്തത് കൊണ്ട് നമ്മൾ യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെട്ട ദുരുപദേശം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്കും വെളിപ്പാടില്ല, പരിശുദ്ധാത്മാവില്ല. പിതാവിന്റെ പേര് നമ്മൾ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു എന്നാണ്. അതാണ് നോക്കുന്നത്. യേശുവിനെ കർത്താവ് എന്ന് പറയുന്നതിനാണ് നമ്മൾ നോക്കുന്നത്. ഈ യേശു ആരാണെന്നാണ് നോക്കുന്നത്. രക്ഷിക്കാൻ വന്നത് ആര്? നിങ്ങളുടെ ദൈവം തന്നെ. അപ്പൊ യേശുക്രിസ്തു ആരാണ്? ദൈവം തന്നെയാണ്. അവൻ വന്നു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയേ. നോക്കൂ, അന്ന് വരുമ്പോഴോ അന്ന് കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാൻപേട പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ചു ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. ഇതെന്താണത്? മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. വെള്ളം എന്താണ്? ദൈവത്തിന്റെ വചനം. മരുഭൂമിയിൽ സുവിശേഷം അറിയിക്കും. എല്ലായിടങ്ങളും നിർജ്ജന പ്രദേശത്ത്, അത് ജനമില്ലാത്ത പ്രദേശത്ത്, അവിടെ ജനം വരികയും അവിടങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുകയും ചെയ്യും. ജനം വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറഞ്ഞു, ജീവജലത്തിന്റെ നദികൾ പുറപ്പെടും. അത് പരിശുദ്ധാത്മാവ. ദൈവവചനം ഘോഷിക്കപ്പെടും ലോകത്തിന്റെ അറ്റത്തോളം. എപ്പോൾ? യേശു ക്രിസ്തു വരുന്നതോടുകൂടി. അതോടുകൂടി അപ്പോസ്തലന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നുവരെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് നോക്കുക, യെശയ്യാ പ്രവാചകൻ 42:6. ഇതെല്ലാവർക്കും അറിയാം, പെന്തക്കോസ്തുകാർക്കും അറിയാം. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിപ്പാനും ഇതിന് തന്നെയാണ് യേശു വന്നത്, അല്ലേ? അടുത്ത് ഇനി വരുന്ന യേശു വന്നപ്പോൾ വന്നത് ആരാണ്? അത് കർത്താവ് തന്നെയാണെന്ന് ഇവിടെ വ്യക്തമായി പഠിക്കുകയാണ്. സിസ്റ്റർ, ഈ പറയുന്ന വചനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കും, വീട്ടിൽ പോയിട്ട് നോക്കാം. ശ്രദ്ധിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ബൈബിൾ നോക്കേണ്ട. ബൈബിളിലെ വചനങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. യെശയ്യാ പ്രവാചകൻ 25:9 അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. തൊട്ടുമുമ്പ് വായിച്ചെന്താ? അവൻ വന്നു നമ്മെ രക്ഷിക്കും. അപ്പൊ യഹോവയായ കർത്താവ് തന്നെ, ദൈവമായ കർത്താവ് തന്നെ വന്ന് രക്ഷിക്കുമെന്ന വാഗ്ദത്ത പ്രകാരം അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. അവൻ നമ്മെ രക്ഷിക്കും. അപ്പൊ രക്ഷിതാവും ദൈവമായ കർത്താവ്, അവൻ തന്നെ യഹോവ. പെന്തക്കോസ്തുകാരുടെ കത്തോലിക്ക മാർത്തോമാക്കാരന് പറയുന്നത് ഈ യേശു ക്രിസ്തുവാണ് യഹോവയായ ദൈവം എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം നമുക്ക് അടിതരും. വെളിപ്പാടില്ലാത്തവരാ. യേശു പറഞ്ഞു, അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. ഉപദ്രവം ഏൽക്കുന്നുവെങ്കിൽ ആരാണ്? ദൈവജനം. നോക്കൂ, അവനെ അത്രയും നാം കാത്തിരിക്കുന്നത്. വീണ്ടും പറയാണ്,
അവന്റെ രക്ഷയിൽ നാം ആനന്ദിച്ച് സന്തോഷിക്കും. ആനന്ദിച്ച് സന്തോഷിക്കേണ്ട ജനമാണ് യേശുവിനെ ക്രൂശിച്ചത്, കല്ലെറിഞ്ഞത്. എന്തുകൊണ്ടാ? വെളിപ്പെട്ടില്ല. അതുപോലെയാണ് ഈ സഭകളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമുക്ക് ദൈവ കൃപയാലെ വെളിപ്പെടുത്തി തന്നത്. അവർക്ക് കണ്ണു തുറന്നു കൊടുക്കാൻ പ്രാർത്ഥിക്കുക. ഈ കാര്യം നിങ്ങൾ അവർ പറയുകയാണ്, ഇതിന്റെ ലിങ്ക് ഞാൻ തരാം, നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇനി ഈ മക്കൾ ആരാണെന്ന്, വാസ്തവത്തിൽ പാപമോചനത്തിനായി വന്നത് ആരാണെന്നും വചനപ്രകാരം നമുക്കൊന്ന് നോക്കാം. പഴയ നിയമത്തിൽ അബ്രഹാം ദൈവം വിളിച്ച് വേർതിരിച്ചു. അബ്രഹാമിനെ, അവരുടെ ഇസഹാക്കിനെ എടുത്തു, യാക്കോബിനെ എടുത്തു. യാക്കോബ് ഒരു ദൂതനുമായി മല്ലിട്ടപ്പോൾ ആ ദൂതൻ ചോദിച്ചു, നിന്റെ പേരെന്താകുന്നു? യാക്കോബ്. പക്ഷെ സംസാരിച്ചാൽ ദൈവം തന്നെയാണ്. എന്നാൽ ഇന്നു മുതൽ നിന്നെ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നറിയപ്പെടും. ആ ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ, ഇവിടെ മക്കൾ ജഡരക്തങ്ങളോടുകൂടി യേശു വന്നതാണ്. സ്വന്തമായവൻ സ്വന്തമായവരിലേക്കൊന്നും കൈക്കൊണ്ടില്ല. അപ്പൊ മക്കൾ യേശു വരുന്ന സമയത്തുള്ള ഇസ്രായേൽ മക്കൾ. ഇതാ ഇവിടെ പറയാണ്, യാക്കോബിന്റെ ഉൽപ്പത്തി 32:26 പറയാണ്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. 32:28. ദൈവം ഇസ്രായേലിനെ തുടർന്ന് മക്കളായി തിരഞ്ഞെടുക്കുകയാണ്. അതിന്റെ വചനം പുറപ്പാട് 4:22. നീ ഫറവോനോട് പറയേണ്ടത്, യഹോവ പറയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കൾ ആകുന്നു. കണ്ടോ, യോസേഫിൽ നിന്ന് ജനത്തെ എടുത്തു, യാക്കോബിൽ നിന്ന് 12 മക്കൾ. ആ 12 മക്കളിൽ നിന്ന് 12 ഗോത്രം. ഓക്കെ, അത് പിന്നെ അടുത്തതിൽ ഇസ്രായേലായി വരികയാണ്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധമല്ലോ, വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തമായിരിക്കാൻ യഹോവ നിന്നെ, ആര്? ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തിരഞ്ഞെടുത്താല് യഹോവ ഈ സ്വന്തമായിരിക്കാൻ. ആവർത്തനം 14:2. അപ്പൊ യഹോവ തനിക്ക് സ്വന്തമായിരിക്കാൻ തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക് വന്നതാര്? അവർ മക്കളെങ്കിൽ പിതാവ് തന്നെ ഇറങ്ങി വന്നു മക്കളുടെ ഇടയിലേക്ക്. വന്നപ്പോൾ യേശു ലോകം പിശാചിനാൽ പറഞ്ഞു കൊടുത്തു, പിതാവ് വേറെ പുത്രൻ വേറെ. മരണം. അവിടെ നിന്ന് ദൈവം നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അടുത്ത് 2 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. വീണ്ടും ആവർത്തന പുസ്തകം 7:6. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ യഹോവയായ കർത്താവാണ് മന്ദിരം എന്ന ശരീരത്തിൽ ഇവിടെ വന്നത് എന്നതാണ് വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത്. നമുക്കത് മനസ്സിലായി. ജാതികൾക്ക് അറിയില്ല, നമ്മളത് പറയണം. അവർ രണ്ടെന്ന് കാണുന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല, പാപത്തിൽ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ജനം നോക്കും, ഈ മുഴുവൻ ക്രിസ്ത്യാനികളോ? അതല്ലേ നോഹയുടെ കാലം പോലെ എല്ലാറ്റിനെയും കൊന്നുകളായി. അതുകൊണ്ടാണ് സഹോദരൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്, ഇവിടെ പഠിപ്പിച്ചത് എന്തെങ്കിലും മനസ്സിലായോ, സ്നാനപ്പെടണമെന്ന് ചോദിച്ചത്. ബാക്കിലേക്ക് സഹോദരൻ മനസ്സിലായെങ്കിൽ മുമ്പോട്ട് വരിക. ഇപ്പോഴല്ല, എപ്പോഴായിരുന്നാലും ഓക്കെ വരിക, വചനം കേട്ടുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പൊ ഈ സ്വന്തമായി ഇസ്രായേൽ ജനത്തിനെ സ്വന്തമായി തെരഞ്ഞെടുത്തത് യഹോവയായ ദൈവം. ആ യഹോവയായ ദൈവം വന്നത് യോഹന്നാൻ 1:11. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്ത് ക്ലിയർ ആയിട്ട് വചനം പറയുന്നത്, കൃത്യമായിട്ട്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഈ ബൈബിൾ കോളേജ് തുടങ്ങിയിട്ട്, ബൈബിൾ കോളേജ് തുടങ്ങിയതേ സാത്താനാണ്, അല്ലെങ്കിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കില്ലേ? മുഴുവൻ ബൈബിൾ കോളേജും തുടങ്ങിയതും സെമിനാരികൾ തുടങ്ങിയതും പിശാചാണ്. ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങളെ മറച്ചു വെച്ചിട്ട് ദൈവജനം സത്യം അറിയാതിരിക്കുക. എന്നാലോ യോഹന്നാൻ 10 പറയുന്നത്, പിതാവ് എന്റെ കയ്യിൽ തന്നവയെ ആർക്കും എന്റെ കയ്യിൽ പറിക്കാൻ കഴിയില്ല, എന്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊക്കെ സഭകളിൽ ഇരുന്നാലും ഈ സന്ദേശം നമ്മുടെ അടുക്കൽ വന്നപ്പോൾ നമുക്ക് കർത്താവ് തന്നെ നമ്മെ അവിടെ നിന്ന് വിടിവിച്ച് ഈ സഭയിൽ കൊണ്ടുവന്നു. 7ാമത്തെ സഭ, 6ാമത്തെ പെന്തക്കോസ്ത, 5ാമത്തെ ലൂതറാണ്, 4ാമത്തത് മർത്തോമ, 4ാമത്തെ CSI, 3ാമത്തത് മർത്തോമ, 2ാമത്തത് കത്തോലിക്ക, 1ാമത്തത് ബൈബിളിലുള്ള അപ്പോസ്തല പ്രവൃത്തികളുള്ള അപ്പോസ്തലരുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ അതേ വെളിപ്പാടിലാണ് നമ്മൾ മടങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പെന്തക്കോസ്ത വിട്ട് പുറത്തേക്ക് വരേണ്ടി വന്നത്. വരിക തന്നെ വേണം. ഓക്കെ, ഇതാണ് അവൻ സ്വന്തമായവർ. ഇസ്രായേൽ മക്കൾ ആയിരുന്നു ദൈവത്തിന്റെ സ്വന്തം ജനം. ഓക്കെ, അങ്ങനെയെങ്കിൽ കന്യകയിലൂടെ എടുത്ത ജഡശരീരത്തിനുള്ളിൽ വന്നത് ഇസ്രായേൽ ജനത്തിന്റെ സ്വന്തമായവൻ തന്നെയാണ്. ആമേൻ. ഇനി അതിന്റെ ചില ഉദാഹരണമാണ്. ആരാണ് ഇസ്രായേൽ ജനത്തിനും മാത്രമല്ല, ഇനി പറയാൻ പോകുന്നത് ഇസ്രായേൽ ജനത്തിനും എല്ലാ ജാതികൾക്കുമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ള ജാതികൾക്കും, ജാതി എന്നോട് ചേർത്താണ് അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും. അതാരാണ്? നമ്മളാണ്. പെന്തക്കോസ്തും കത്തോലിക്കും മാർത്തോമയല്ല, അബ്രഹാമിന്റെ വിശ്വാസമല്ല. അബ്രഹാം കാണാത്തതിനെ കണ്ട് വിശ്വസിച്ചു.
പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ കാണുന്നതിൽ തന്നെ വിശ്വസിച്ചിരിക്കുന്നു. ഈ കാണാത്തതിന്റെ മർമ്മമാണ് കർത്താവ് യേശു ക്രിസ്തു. ഇതിൽ അവർ വിശ്വസിക്കുന്നില്ല, ഇതൊന്ന് വിശ്വസിക്കണം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവനാണ് അബ്രഹാമിന്റെ വിശ്വാസമുള്ളവൻ. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ജനത്തിനും നമ്മുടെ പിതാവ് ആരാണ്? ദൈവം. ശരിയാണെന്ന് ബൈബിൾ നോക്കാം. അതാണ് യെശയ്യാ പ്രവാചകൻ 63:16. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. കണ്ടോ, ദൈവത്തോട് പറയാണ്, യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാകുന്നു നിന്റെ നാമം എന്നാകുന്നു നിന്റെ നാമം. അടുത്ത് യെശയ്യാ പ്രവാചകൻ 64:8. എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനഞ്ഞവനുമാകുന്നു, ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. പൊടിയിൽ നിന്നും സൃഷ്ടിച്ചതാ. ഇനി ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ഇരമ്യാ പ്രവാചകൻ 31:9 കർത്താവ് പറയാണ്, അവർ കരഞ്ഞുകൊണ്ട് വരും. എന്നുവെച്ചാൽ വഴി നടത്തിയിട്ട് അനുസരിക്കാതെ നിഗളികളായി പോയ ജനത്തെ നോക്കി പറയാണ്, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും, അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾ കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈമിന്റെ ആദ്യജാതനും. കണ്ടോ, ഇസ്രായേലിന്റെ പിതാവ് ആര്? യഹോവയായ ദൈവം. ഇവിടെ വന്നതാര്? മക്കൾ ജനരക്തങ്ങളോടുകൂടിയായത് വന്നതാര്? ഇപ്പോൾ നമുക്ക് മനസ്സിലായി, പിതാവ് തന്നെ. പിന്നെ എന്തിന് പുത്രൻ എന്ന് പറഞ്ഞു? അതൊരു റോൾ മോഡലാണ്. ഒരു വിശ്വാസി ദൈവാത്മാവിനാൽ വഴി നടത്തപ്പെടേണ്ടതിന് ആണ് യേശുവിനെ പുത്രൻ എന്ന് പറഞ്ഞത്. ആത്മാവ് വഴി നടത്തുന്നവരും ദൈവത്തിന്റെ മക്കൾ. മനസ്സിലായോ? പഴയ നിയമകാലം മുതലേ ദൈവം ഓരോരുത്തരെ വഴി നടത്തിയപ്പോൾ ദൈവത്തിന്റെ കറക്റ്റ് നിർദ്ദേശപ്രകാരം ആരും വഴി നടക്കാതെ വന്നപ്പോൾ ദൈവം തന്നെ ശരീരധാരിയായി വന്നു ഈ അവിശ്വാസികളായ ജനങ്ങൾക്ക് ഒരു റോൾ മോഡൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നീ പുത്രൻ, അങ്ങനെ നീ സ്നാനപ്പെട്ടാൽ നിന്നിൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് നിന്നെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതാണ് യേശു സ്നാനമേറ്റപ്പോൾ കണ്ടത്. ലോകം പറയുന്നത് കണ്ടോ, യേശു ഇവിടെ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ രണ്ടുപേരായില്ലേ. ദൈവം പറഞ്ഞു എന്റെ പുത്രൻ, മൂന്നുപേരായില്ലേ. ഇത് ബുദ്ധിയിൽ പിശാച് പഠിപ്പിക്കുന്നതാ. വെളിപ്പാടുകൾ മനസ്സിലാകാം. ഞാനും വിശ്വാസ സ്നാനം സ്വീകരിച്ചാൽ എന്റെ ഉള്ളിൽ ദൈവാത്മാവ് വരും. ആ എന്നെയാണ് ദൈവം തന്റെ പുത്രൻ എന്ന് പറയുന്ന റോൾ മോഡൽ, ഒരു മാതൃകയാണ് അവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിച്ചതും അങ്ങനെ തന്നെ. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, അത് തന്നെയാണ് യേശു അവിടെ കാണിച്ചു തന്നത്. ഓക്കെ, അടുത്ത് മലാഖി 2:10. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്. കണ്ടോ, ജാതികളായാലും ഇസ്രായേലായാലും ഒറ്റ പിതാവേ ഉള്ളൂ. ജാതികളാര്? അബ്രഹാമിന്റെ വിശ്വാസത്തിൽ വരുന്നവർക്ക് മാത്രം ഒറ്റ പിതാവേ ഉള്ളൂ. ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്, നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അത് തന്നത്. അപ്പൊ ഒരു ദൈവമാണ്, അല്ല മൂന്നും ചേർന്ന ദൈവം. ഇവിടെ ബൈബിളിൽ എവിടെയെങ്കിലും പറയുമായിരുന്നു? പിശാച് ബൈബിൾ കോളേജ് തുടങ്ങി മുഴുവൻ സഭകളെ പഠിപ്പിച്ചിരിക്കുന്നു മൂന്നും ചേർന്ന ഒന്ന്. ഇപ്പൊ ഒരു കാര്യം, ഞാൻ ഒരു സർവശക്തനാണ്. ഉദാഹരണം, ഞാനൊരു സർവശക്തനാണെങ്കിൽ നിലനിൽപ്പിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. സർവശക്തൻ തന്നെ. പിശാച് അതിനെ നിർവീര്യമാക്കാനായിട്ട് ദൈവത്തിന്റെ ജനമൊന്നും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് വ്യക്തിയെ ആദ്യം കൊണ്ടുവരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. വേറെ മൂന്ന് വ്യക്തി. ഈ മൂന്നും ചേർന്ന ഒരു വ്യക്തി എന്ന്. അതുകൊണ്ട് എന്താ പഠിപ്പിക്കുന്നത്? ദൈവം അശക്തനാണ്, മൂന്ന് പേർ ചേർന്നാലേ സർവശക്തനാകുള്ളൂ. ദൈവം ഓംനിപൊട്ടന്റാ. എങ്ങനെ ദൈവത്തെ അപമാനിക്കണം? ഇതാണ് പിശാചിന്റെ തന്ത്രം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത്. ഇനി ജാതികളുടെ കാര്യം നോക്കിയാലോ. റോമർ 8:14 പറയുന്നത് നമ്മളോടും അവരോടും പറഞ്ഞത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ നമ്മളും മക്കളുടെ സ്ഥാനത്തേക്ക് വരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളൂ, അതാണ് ദൈവമായ കർത്താവ്. അവൻ തന്നെയാണ് മക്കൾ ആയിരുന്ന നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് ആത്മാവായിട്ട്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചു എന്നല്ല ഇവിടെ പറഞ്ഞത്, സ്വപുത്രന്റെ ആത്മാവിനെ. ഇതൊക്കെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഇതൊക്കെ അവിടെ ഒരു കൈവച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് ഇത് എഴുതുമ്പോൾ എന്താണ് അങ്ങനെ ഉദ്ദേശം? പരിശുദ്ധാത്മാവ് വന്നത് ദൗത്യം വന്നു. ഇതവിടെ സ്വപുത്രന്റെ ആത്മാവ് എന്ന് വെച്ചാൽ അനുസരണയുടെ ആത്മാവ്. എന്റെ ഉള്ളിൽ വന്ന ആത്മാവാണ് എന്നെ കൽപ്പന തന്ന് അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം, ദൈവത്തിന്റെ വചനവും അതിന്റെ വ്യാഖ്യാനവും ഇങ്ങനെയാണ് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കുന്ന യോഹന്നാൻ 14:26. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. എന്റെ ഉള്ളിൽ വന്ന ആ ദൈവം തന്നെയാണ്. അതുകൊണ്ടല്ലേ എന്റെ ശരീരത്തെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ മന്ദിരം. പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്നല്ല, ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവം.
സാത്താൻ മുഴു ലോകത്തെ ഇത് മൂന്നാമത്തെ വ്യക്തി എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. തുടർന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ അകത്തിരിക്കുന്ന ആത്മാവ് ഞാൻ പാപത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു തരുന്ന, കൽപ്പന തരുന്ന ഒരു ആത്മാവ്. എന്നിട്ട് എന്നെ കൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് ആ ഇഷ്ടപ്രകാരം, പിതാവിന്റെ ഇഷ്ടപ്രകാരം നടക്കാൻ പ്രേരിപ്പിക്കും. ഇതാണ് പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഗലാത്യർ 4:6 നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. നമുക്ക് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ, ലോകക്കാരെല്ലാം പിതാവ് എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. ആത്മാവ് വഴി നടത്തണം. ആത്മാവ് വഴി നടത്തണമെങ്കിൽ അവൻ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെട്ടിരിക്കണം. ഇല്ലാതെ വഴി നടത്തുന്നത് ദുരാത്മാവാ. ഇതുപോലെ വെളിച്ച ദൂതന്റെ വേഷം കെട്ടുന്ന പിശാച് ദർശനവും പ്രവചനവും എല്ലാം കൊടുക്കും. സത്യമായതൊക്കെ അവനറിയാലോ, അവൻ കാണുന്നില്ല ഇതല്ല. ഇപ്പൊ നമ്മൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് കേൾക്കല്ലേ, വെളിപ്പാട് പുസ്തകത്തിൽ മൂടി വെച്ചിരുന്നൊക്കെ കർത്താവ് തുറന്നില്ലേ? നമ്മളെല്ലാവരും ലോകത്താകമാനം സത്യം വിളിച്ചു പറയുന്നു. സാത്താൻ കേൾക്കുന്നില്ലേ? സാത്താൻ കേൾക്കാതെ മൂടി വെച്ചതാണ്. ഓക്കെ, പക്ഷെ സാത്താൻ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കില്ല കേട്ടോ. ഇതെല്ലാം കേട്ടാലും സാത്താൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കില്ല. ഇത് നോക്കുക, യൂട്യൂബിൽ എത്ര പേര് കേൾക്കും നോക്കുക. ഇനിയിപ്പോ ലൈവ് സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബിലും കേബിൾ ടിവിയിലും ആൾ വേൾഡാണ് അത് കിട്ടാൻ പോകുന്നത്. കേരള വിഷനിൽ എല്ലാ ലോകത്തെല്ലാവർക്കും കിട്ടും. തിങ്കളാഴ്ച പോകാൻ സംസാരിക്കണം. ഓക്കെ, 1 പത്രോസ് നമ്മളിവിടെ എടുത്ത വിശുദ്ധ ജനവും സ്വന്തം ജനവും. ഓക്കെ, അപ്പോൾ കന്യകയിലൂടെ എടുത്ത ജനശരീരത്തിനുള്ളിൽ വന്നത് യേശു തന്നെയാണ്. നമുക്കത് മനസ്സിലായി. അത് മക്കൾ നമ്മളാണ്, പിതാവ് ദൈവമാണ്, ഒറ്റ പിതാവേ ഉള്ളൂ. ഇനി ഒന്നിന്റെ കാര്യം നോക്കുകയാണെ. ഇസ്രായേൽ മക്കൾക്കും ജാതികളായ അവർക്കും സ്വന്തമായവനും പിതാവായവനും ഇതേ പിതാവായ ദൈവം അല്ലെങ്കിൽ യഹോവ ദൈവം തന്നെയാണോ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ ജഡശരീരത്തിൽ വന്നത് എന്ന് മറ്റു ചില വചനങ്ങൾ കൂടെ കൊണ്ട് നമുക്ക് ഇപ്പൊ നോക്കാം. നോക്കൂ, യേശു വരുന്ന മുമ്പുള്ള കാര്യം. യെശയ്യാ പ്രവാചകൻ 9:6 നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, അവൻ തന്നെ നിത്യവും പിതാവും. ഈ വചനത്തിൽ അവർ പിടിക്കപ്പെടും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിത്യ എന്ന വാക്ക് മനഃപൂർവ്വം ചേർത്തത്, പിതാവെന്ന് മാത്രം ചേർത്താൽ മതിയായിരുന്നു. നിത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വന്നേക്കും, നിത്യത മുതൽ നിത്യത വരെ, ആരംഭവും അവസാനമില്ല. ദൈവം എന്തിനെങ്കിലും ഒന്നിനെ സൃഷ്ടിക്കുന്ന സെക്കൻഡ് മുതൽ, ജാതം വന്നല്ലോ അപ്പോൾ മുതൽ അത് പിതാവാണ്. ആ പിതാവ് ഇനി യുഗാന്ത്യം വരെയും ഒറ്റ പിതാവേ ഉള്ളൂ. സ്വർഗത്തിൽ നിന്ന് ദൈവം എന്ന പിതാവ് തന്നെയാണ് ശരീരത്തിൽ ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു. ഇത് അറിയാത്തവരാണ് ലോക ക്രിസ്ത്യാനികൾ. അത് അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ അവിടെ വിട്ട് ഇങ്ങോട്ട് വന്നത്. അവിടെ കൂടെ കഴിയാനും പാടില്ല. കാര്യം എന്താ? തെറ്റായ വ്യാഖ്യാനം മരണത്തെ കൊണ്ടുവരും, ശരിയായ വ്യാഖ്യാനം ജീവനെ കൊണ്ടുവരും. അതുകൊണ്ട് ആ സഭ വിട്ടു പോരുക തന്നെ വേണം. വിശ്വസിക്കുന്നവർ നമ്മളല്ല വരുന്നത്. പലർക്കും മരണമെന്ന് തോന്നും, വീണ്ടും വേണ്ടാന്ന് തോന്നുന്നു. ദൈവാത്മാവ് വഴി നിർത്തിയില്ല. യോഹന്നാൻ യേശു പറഞ്ഞു, എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവയ്ക്ക് മുമ്പായി ഞാൻ വഴി നടക്കും. ഓക്കെ, അടുത്ത് യെശയ്യാ പ്രവാചകൻ 40:3 ശ്രദ്ധിച്ചോളൂ. ഈ വന്നത് യഹോവയായ ദൈവം തന്നെയാണ്, യേശു ക്രിസ്തുവായി വന്നതെന്ന് അറിയാനുള്ള വചന വീഡിയോയൊക്കെയാണ്. യെശയ്യാ പ്രവാചകൻ 40:3 കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവേൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വഴിയൊരുക്കുവേൻ. അപ്പൊ ആർക്ക്? യഹോവയ്ക്ക്, ദൈവത്തിന്. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താഴ്ന്നും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും. അപ്പോൾ യഹോവയായ ദൈവം വരുന്നതിന് മുമ്പ്, ഇന്ന് ഇത് യേശുവിന്റെ ആദ്യത്തെ വരവിന് മുമ്പ് പലതരം വിശ്വാസത്തിലുണ്ടായിരുന്നു. പരീശന്മാർ, ശാസ്ത്രിമാർ പുനരുദ്ധാനം ഉണ്ടെന്നും ഇല്ലെന്നും പലതരം വിശ്വാസത്തിൽ നിന്നവരെ വളഞ്ഞതെല്ലാം ചൊവ്വായും, ഉയർന്നത് നമ്മളാണ് സമൂഹത്തിൽ വളർന്നതും നല്ല സഭ ഉയർന്നതും താഴ്ന്നതും എല്ലാം ഒരേ വിശ്വാസത്തിൽ കൊണ്ടുവരണമെന്ന ദൈവ ഇഷ്ടം ചെയ്യുവാൻ ദൈവം ഒരുവൻ അന്ന് ഉപയോഗിച്ചു. ഇന്നും ഇത് അതേ കർത്താവ് തന്നെ വരാൻ സമയമായപ്പോൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ് വരെ ബൈബിൾ പറയുന്നു, ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം. ഇവരെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നവർ ഏക വിശ്വാസത്തിൽ. അതാണ് അപ്പോസ്തലന്മാരുടെ വിശ്വാസം നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട് ആത്മാവ് ധരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരിൽ നിന്ന് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ബാക്കി ഒരൊറ്റ എണ്ണത്തിൽ കൊണ്ടുപോകില്ല. കൊണ്ടുപോയാൽ ഈ നോഹയുടെ കാലത്തുള്ള ജനത്തെ ദൈവം തിരികെ കൊണ്ടുവന്ന് അവരുടെ ക്ഷമ ചോദിക്കേണ്ടി വരും. ദൈവവചനമാണ് ശരി, ലോക മനുഷ്യരല്ല ശരി. ഓക്കെ, അപ്പൊ ദൈവത്തിന് വഴി ഒരുക്കുവേൻ, യഹോവയ്ക്ക് വഴി ഒരുക്കുവേൻ. ഇതിന്റെ നിയമവചനം മലാഖി 3:1 എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും. ആരന്വേഷിക്കുന്നത്? പഴയ നിയമത്തിൽ പാപത്തിലിരുന്ന കർത്താവ്, ഇസ്രായേൽ ജനം ആരെ അന്വേഷിച്ചു? യഹോവയായ ദൈവം.
യഹോവ തന്നെ അല്ലെങ്കിൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പറയാം, നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനും നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാണ് ശരീരത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ വന്നത് യഹോവയായ ദൈവം തന്നെയാണ്. ഇതാ അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ മലാഖി 4:5-6 ഒന്നിട്ട് വചനങ്ങളുടെ ഉള്ളൂ. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാവിനെ അയക്കും. അപ്പൊ യഹോവയായ കർത്താവ്, ദൈവമായ കർത്താവിന് വഴിയൊരുക്കാൻ ഒരുവനെ അയക്കും. അവൻ ഏലിയ പ്രവാചകന്റെ ആത്മാവോടുകൂടി ആയിരിക്കും. ഓക്കെ, അവൻ വന്നിട്ടുള്ള ദൗത്യമുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ഈ വചനപ്രകാരം യഹോവയായ ദൈവത്തിന് വഴിയൊരുക്കുവാൻ ഏലിയാവിന്റെ ആത്മാവുമായി ഒരുവൻ വന്നു. അതാണ് യോഹന്നാൻ സ്നാപകൻ. ലൂക്കോസ് 1:13 അവൻ പറയാണ്, ദൂതൻ അവനോട്, സഖരിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ യോഹന്നാനാണ് ഏലിയാവിന്റെ ആത്മാവുമായി യഹോവയ്ക്ക് ദൈവമായ കർത്താവിന് മുമ്പേ വഴിയൊരുക്കാൻ വന്നത്. നോക്കൂ, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. എവിടെ? കർത്താവിലേക്ക്. യേശു ഒരു കർത്താവ്, യഹോവ ഒരു കർത്താവ്, അങ്ങനെ രണ്ട് കർത്താവില്ല. യഹോവയായ കർത്താവ് അല്ലെങ്കിൽ ദൈവമായ കർത്താവ് തന്നെയാണ് യേശു എന്ന കർത്താവ് എന്ന് വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഏലിയാവിന്റെ ആത്മാവുമായി വരുന്നവൻ ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? അവനാണ് ദൈവം എന്ന കർത്താവ്. പലരും ചോദിക്കും, യേശു ക്രിസ്തു ദൈവമോ? അതെ, ദൈവം. അതിനുകൊണ്ട് ആത്മാവ് ലഭിച്ചവന് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഇതിന്റെ ഒരു ഉദാഹരണം ഇണവചനം സുവിശേഷ കാലഘട്ടങ്ങളിൽ ഇപ്പം യെശയ്യാ പ്രവാചകനിലും മലാഖിയിലും പറഞ്ഞിരുന്നു യേശു വരുന്നതിന് മുമ്പ്. അപ്പൊ യേശു വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വന്ന കാര്യം ഇവിടെ അറ്റസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മത്തായി സുവിശേഷം 3:1. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. മത്തായി 3:3. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ. ആരുടെ പാത? പഴയ നിയമത്തിൽ യഹോവയായ കർത്താവെന്നും, ആ വ്യത്യാസം മനസ്സിലാക്കണം. മലാഖിക്ക് മുമ്പ് യഹോവയായ കർത്താവെന്നും ദൈവമായ കർത്താവെന്നും പറഞ്ഞ ആ വ്യക്തിയെ സുവിശേഷ കാലഘട്ടങ്ങൾ കർത്താവ് എന്നാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കർത്താവിന് വഴിയൊരുക്കുവിൻ. എഫേസ്യർ 4:5 പ്രകാരം കർത്താവ് ഒരുവൻ, രണ്ട് കർത്താവില്ല. ലോകം മുഴുവൻ രണ്ടെന്ന് പറയുന്നു, പാപത്തിൽ മരിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവിനെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യോഹന്നാൻ സ്നാപകൻ അടുത്ത ആര് ചൂണ്ടിക്കാണിക്കുന്നുവോ അവൻ തന്നെയാണ് യഹോവ എന്ന കർത്താവ്, സൃഷ്ടിതാവായ കർത്താവ്. മാർക്കോസിലും പറയുന്നു, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം, ഞാൻ എനിക്ക് മുമ്പായി എന്റെ ദൂതനെ അയക്കും, അവൻ നിന്റെ വഴി ഒരുക്കും. കർത്താവിന്റെ വഴി ഒരുക്കുവൻ, അവന്റെ പാത നിരപ്പാക്കുവൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് പോലെ യോഹന്നാൻ വന്നു. അപ്പൊ യോഹന്നാൻ യെശയ്യാവിൽ പറഞ്ഞതുപോലെ വന്നെങ്കിൽ യെശയ്യാവിൽ പറഞ്ഞ അതേ കർത്താവ് തന്നെ ഇവിടെ വരും. വന്നപ്പോൾ അവൻ വേഷത്തിൽ മനുഷ്യനായി, ശരീരം ആത്മാവായി നിന്ന ദൈവം വേഷം ശരീരം മനുഷ്യനായി, മനുഷ്യ സാദൃശ്യത്തിലും മനുഷ്യ സ്വരൂപത്തിലും വന്നു. വെളിപ്പാടുള്ളവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. നോക്കൂ, പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് യഹോവയായ ദൈവത്തിന് വഴിയൊരുക്കുവിൻ. ഇവിടെ സുവിശേഷങ്ങൾ പറയുന്നത് കർത്താവിന് വഴിയൊരുക്കുവിൻ. യോഹന്നാൻ 10:30 പ്രകാരം പിതാവ് പുത്രൻ ഇത് ഒന്ന് തന്നെയാണ്. കാരണം യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലായി പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് വന്നതെന്ന്. ഒന്നുണ്ടോ? ആരാണ് ഇസ്രായേൽ ജനത്തിനും അബ്രഹാമിന്റെ വിശ്വാസമുള്ള ജാതികൾക്കും യഹോവ? നമുക്കിവിടെ മനസ്സിലായല്ലോ. ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ അത് തന്നെയാണ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇനി ഈ ഇസ്രായേലിന്റെ രാജാവ്, ശ്രദ്ധിക്കണേ, ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ 2-3 പേരില്ല, ഒരുവനേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവാചകൻ 44:6 പറഞ്ഞ ആ യഹോവ തന്നെ ആയിരിക്കണം യേശു. അങ്ങനെ വചനം ഉണ്ടാകും, നോക്കാം. യോഹന്നാൻ 1:47 നഥനീയേൽ തന്റെ അടുക്കൽ വരുന്നത് കണ്ട് യേശു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. യേശു പറയണം, അവൻ കള്ളം പറയില്ല, കള്ളമില്ല എന്ന്. ഉടൻ യോഹന്നാൻ നഥനീയേൽ അവനോട്, നീ എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ആത്മാവിൽ വെളിപ്പെട്ടി പറഞ്ഞതിന്റെ വെളിപ്പാട് എന്താണെന്ന്. അത്തിയുടെ മരത്തിന്റെ മൂടൊന്നുമല്ല. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഉടൻ 1:49
അവനിൽ കപടമില്ല എന്ന് പറഞ്ഞ നാഥനിയേൽ തിരിച്ചു പറയാണ്. നാഥനിയേൽ യേശുവിനോട്, റബ്ബി, നീ ദൈവപുത്രൻ, അതെ, നീ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ, ശരി തന്നെ, പക്ഷെ നീ ആര്? നീ ഇസ്രായേലിന്റെ രാജാവ്. കണ്ടോ, അവൻ ശരീരധാരിയായി ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവന്റെ റോൾ മോഡലാണ്. പക്ഷെ നീ ഇസ്രായേലിന്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ. ഇതൊക്കെ പച്ചക്ക് എഴുതി വെച്ചിട്ട് ഈ സംഭവം നമ്മുടെ ബന്ധപ്പെട്ടത് പറയുക, ബന്ധുക്കളത് പറയുക, പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോ ഇനി അത് ശരിയാണ്, 2 or 3 വായ്മൊഴിയിൽ ഏത് കാര്യം ഉറപ്പിക്കാം. ഇതേ കാര്യം വീണ്ടും പറയുന്നു. യേശുവിനെ ക്രൂശീകരണത്തിന് കൊണ്ടുപോകുമ്പോൾ, എന്നാൽ യേശു നാടുവാഴിയുടെ മുൻപാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. യേശു എന്ത് പറയണം? ഞാനല്ല, എന്റെ പിതാവാണ്. ഈ മുഴുവൻ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലേ പറയുന്നത്. യേശുവിനോട് പിതാവായിരുന്നു ചോദിച്ചാൽ യേശുവല്ല, യേശുവിന്റെ പിതാവ് ആരുണ്ട്? ബൈബിൾ എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്ന ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ ഇത് ഒന്നാണ്. അങ്ങനെ എഴുതിയിരുന്നതാ, അതങ്ങനെ വഴി നടത്താൻ. അപ്പൊ ദൈവസഭ അല്ലാത്തവരും കൂടെ ഉണ്ട്, ദൈവസഭയും ഉണ്ട്. അതാ മൂടുപടം ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ദൈവസഭയിലുള്ളവർക്ക് മൂടുപടം വേണ്ട. അവർ കർത്താവിലേക്ക് തിരിഞ്ഞവരും ക്രിസ്തുവിലായവർക്കും മൂടുപടം വേണ്ട. അവർ ദൈവസഭയല്ല, കർത്താവിലായിട്ടില്ല, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അവരോട് അവര് പറയുന്ന രീതിയിലെങ്കിൽ നീ ഇസ്രായേലിന്റെ രാജാവോ? ഞാനല്ല, എന്റെ പിതാവാകുന്നു എന്നല്ല യേശു പറഞ്ഞത്, ഞാനാകുന്നു. പറയാൻ പറ്റുമോ? ആ ഇസ്രായേലിന്റെ രാജാവ് ആയതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടും അവർ അതിനെ രണ്ടാക്കുന്നെങ്കിൽ മരണമല്ലേ അവരുടെ പേര്. യേശു തന്നെയാണ് ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ. വീണ്ടും ഒരു വചനം, പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ, എന്റെ പിതാവ് എന്നല്ല പറഞ്ഞത്, ഞാൻ. അപ്പൊ റോമർ 10:9 മനസ്സിലായല്ലോ. യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ് സൃഷ്ടിതാവായ കർത്താവ് എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമേ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടുള്ളൂ. ഇനി ഇസ്രായേലിനും വിശ്വാസമുള്ള ജാതികൾക്കും ആരാണ് രക്ഷിതാവ്? മത്തായി 1:21, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. ഈ രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേര് കൊടുക്കണം. വാസ്തവത്തിൽ പാപത്തിന് രക്ഷിക്കാൻ ആര് വരുമെന്നാ പറഞ്ഞത്? നമ്മൾ യെശയ്യാ പ്രവചനം വായിച്ചത് 25:9 അവിടെ പറഞ്ഞത്, ദൈവം യഹോവ ഇറങ്ങി വരും രക്ഷിതാവായി. ദൈവം വന്നപ്പോൾ യേശു ക്രിസ്തു. 2 പേരല്ല. ഇതുവരെ 2 എന്ന് പറഞ്ഞവർ ദൈവകൃപയാൽ ഈ മനുഷ്യനെ നോക്കി വീണ്ടും 2 എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മരണം അവരുടെ കൂടെ പോകാം. അല്ല 1 എന്ന് ബോധ്യപ്പെട്ടാൽ ഇനിയും അനേകം ദൈവത്തിന്റെ സത്യം കൊണ്ട് ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള വിളിക്കുക, കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോ രക്ഷിതാവായ യേശു ക്രിസ്തു എന്ന് ഒരു വചനം 2 തിമോത്തിയോസ് 1:10 പറയുന്നു, സുവിശേഷം കൊണ്ടും ജീവനും അക്ഷരയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു രക്ഷിതാവ് എന്ന് പറയുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ രക്ഷിതാവ് ആരാണ് എന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല. നമുക്കറിയാം, ഒറ്റ നാമം കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ 8:24 പറയാണ് യേശു ക്രിസ്തു പറഞ്ഞു. മലയാളത്തിൽ തെറ്റാണ്, ഇംഗ്ലീഷ് പറയുന്നത് ഇഫ് യു ബിലീവ് നോട്ട് ദാറ്റ് ഐ ആം ഹി, അതായത് ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ യു ഷാൽ ഡൈ ഇൻ യുവർ സിൻ, നിങ്ങൾ നിങ്ങളുടെ പാപത്തിന് മരിക്കും. യേശു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ തന്നെ അവൻ, അതായത് ഈ പിതാവ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിന് മരിക്കും. അപ്പോൾ ഈ കത്തോലിക്ക മതത്തിൽ പെന്തക്കോസ്തലിൽ ഇരിക്കുന്നവർ മുഴുവൻ പാപത്തിൽ മരിച്ചിരിക്കുന്നവരാണ്. അവരവരെ വിശ്വാസത്തിന് വിലയിട്ടോട്ടെ, പക്ഷെ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. KJV പ്രശ്നം മാത്രമേ ഉള്ളൂ. മലയാളം ബൈബിളിൽ പറയുന്നത് ഞാൻ മുകളിൽ നിന്നുള്ളവർ നിങ്ങൾ താഴെ നിന്നുള്ളവരെന്നാണ്. ഓക്കെ, ഇതാണ് ഞാൻ തന്നെ അവൻ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പാപത്തിൽ മരിക്കും. റോമർ 10:9 യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയണം. അവർ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഈ യോഹന്നാൻ 8:28 പച്ചയായിട്ട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ അറിയും. ആര്? ഈ പിതാവ്, ദൈവം എന്ന കർത്താവ് ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം. എന്തിനാ അങ്ങനെ കൊടുത്തത്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം വരുന്ന അവൻ പരിശുദ്ധാത്മാവായി വന്നു. ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും ഇവിടെ വന്ന ഞാൻ തന്നെയാണ് സൃഷ്ടിതാവായ യഹോവ എന്ന്. അത് വെളിപ്പെട്ട ചെറിയൊരു കൂട്ടരാണ് നമ്മൾ. ഇതാണ് ദൈവസഭ, ഇതാണ് ദൈവജനം. ബാക്കിയുള്ള ദൈവസഭയല്ല. ഇനി ഇത് ഓക്കെ, ഈ രക്ഷിതാവിനുള്ളത് യെശയ്യാ പ്രവാചകൻ
43:11 പറയുന്നു, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ മറ്റൊരു രക്ഷിതാവും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ തീത്തോസില് അവിടെ യേശുക്രിസ്തുവാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞു. എന്നാൽ യെശയ്യാ പ്രവാചകനിൽ പറയുന്നത്, യെശയ്യാ പ്രവാചകൻ 43:11, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഇനി യേശുക്രിസ്തു വേറെ വ്യക്തി, യേശുക്രിസ്തുവാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ യഹോവയുടെ വചനത്തെ നിങ്ങൾ ആദ്യം നിഷേധിക്കണം. യഹോവ കള്ളനും നുണയനുമാണെന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യേശുവിനെ മാത്രം സ്വീകരിക്കേണ്ടി വരും. അല്ല, ഈ യേശുക്രിസ്തു ശരീരത്തിൽ വരുന്നതിന് മുമ്പ് ആത്മാവായി നിന്നതാണ് സൃഷ്ടികർത്താവായ യഹോവ, അല്ലെങ്കിൽ കർത്താവായി. ആ കർത്താവ് തന്നെ പറയാണ്, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രവൃത്തിയിൽ പറയുന്നത്, സ്വർഗ്ഗത്തിൽ താഴെ മനുഷ്യരിൽ രക്ഷ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, ഇപ്പോൾ നൽകപ്പെട്ട നാമം കർത്താവായ യേശുക്രിസ്തു. ഇനി ഭർത്താവ്, ഇത് പാടും നോക്കാം. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ ഭർത്താവ്, വേറെ ഒരുപാട് വചനങ്ങളുണ്ട്, നമുക്ക് പിന്നീട് പഠിക്കാം. രണ്ടും ഒന്നുപോലെ പറയുന്നത്. അപ്പൊ ഭർത്താവ് ആരാണ്? പഴയ നിയമ സഭയ്ക്ക് ഒരു ഉദാഹരണം. ഇന്ന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി പരിശുദ്ധാത്മാവായി വന്ന് വഴി നടത്തുന്നത്. ഇന്ന് യഹൂദന്മാരാരെങ്കിലും ഈ നമ്മൾ വിശ്വസിക്കുന്ന ഈ അപ്പോസ്തല പ്രവൃത്തിയിലുള്ള സുവിശേഷം വിശ്വസിച്ചാൽ അവരുടെ ഭർത്താവ് ആരാണ്? പഴയ നിയമത്തിലെ ഭർത്താവാണ് ഇവിടെ പറയുന്നത്. നോക്കുക, അത് പുതിയ നിയമത്തിൽ നോക്കാം. 2 കൊരിന്ത്യർ 11:2, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. നമ്മുടെ ഭർത്താവായ യേശുക്രിസ്തു ആണല്ലോ. അപ്പൊ ഈ സുവിശേഷം അപ്പോസ്തല പ്രവൃത്തിയിലുള്ള ഇന്നത്തെ സുവിശേഷം കേൾക്കുന്ന വിശ്വസിക്കുന്ന നമ്മളെ മണവാട്ടി, ഭാര്യയായിട്ടും ഭർത്താവായിട്ട് യേശുക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ഒരു ഭർത്താവ് ഉണ്ടാവണം. അത് യഹോവ, ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ എന്ന് പറഞ്ഞാൽ ഈ ജനം വ്യഭിചാരിണി എന്നാണ് പിശാച് ഈ ജനത്തെ കൊണ്ട് വിളിപ്പിക്കുന്നത്. 2 ഭർത്താവല്ല. പഴയ നിയമത്തിലേക്ക് ഒരു ഭർത്താവ്, പുതിയ നിയമത്തിലേക്ക് വേറെ ഭർത്താവല്ല. രണ്ടും ഒരു ഭർത്താവാണെന്നുള്ളത് നോക്കുക. നമ്മളെ കണ്ടു 2 കൊരിന്ത്യർ 11:2, യേശുക്രിസ്തുവാണ് ഭർത്താവ്. യെശയ്യാ പ്രവാചകൻ 44:5, നിന്റെ സൃഷ്ടിതാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇതൊക്കെ ഒന്ന് അവിടെ ഹൃദയത്തോട്ട് കയറട്ടെ. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. യേശുക്രിസ്തുവാണ് വീണ്ടെടുപ്പുകാരൻ. സൈന്യങ്ങളുടെ യഹോവയാണ് വീണ്ടെടുപ്പുകാരൻ. 2 വീണ്ടെടുപ്പുകാരനില്ല. ഇതിനടുത്ത് നോക്കുക, ഇരിമ്യാ പ്രവാചകന്റെ പുസ്തകം 31:32, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ പഴയ നിയമത്തിലെ യഹോവയായ കർത്താവ് അല്ലെങ്കിൽ ദൈവമായ കർത്താവ് എന്ന ഭർത്താവ് തന്നെയാണ് പുതിയ നിയമത്തിൽ ശരീരധാരിയായി വന്ന കർത്താവായ യേശുക്രിസ്തു. മഹാദൈവം, വീരന ദൈവം, ഇതെല്ലാം വചനങ്ങളുണ്ട്. ഞാനിവിടെ നിർത്തുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്താ മനസ്സിലായത്? നിങ്ങൾക്ക് മനസ്സിലായി എന്നതിന്റെ ഉദാഹരണം ദൈവം കാണുന്ന അടയാളമാണ്. ദൈവം തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപമായെങ്കിൽ ഇത് വിതച്ചിരിക്കും. നിങ്ങൾ വിതച്ചില്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരും ജാരസന്തതികളും. സഭയെ നോക്കി ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചവരാണ് പോയവര്. പക്ഷെ ഒരു വ്യക്തിയെങ്കിലും, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിയെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ വ്യക്തിക്ക് വേണ്ട കർത്താവ് വന്നത്. 99 ആടുകളെ വിട്ടിട്ട് ഒരു ആടിന് അടുക്കിലേക്ക് പോയെങ്കിൽ ആ ഒരെണ്ണം മാത്രമായിരുന്നു ചെമ്മരിയാട്. ബാക്കി 99 കോലാടാ. എത്ര കേട്ടിട്ടും അനുസരണ ഇല്ലാത്ത കോലാട്. ആ 99നെ വേറെ ആളെ ഏൽപ്പിച്ചിട്ടല്ല പോയത്. ദൈവം യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടല്ല പോയത്. കാത്തുകൊള്ളണമേ, യോഹന്നാൻ 17 യേശു പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല പോയത്. അത് കോലാടാ. അത് അവിടെ ഇവിടെയും കാണി. ഈ സഭയിലും എല്ലാ സഭയിലും ഉണ്ടാവും. പക്ഷെ അനുസരിക്കുന്നവൻ, ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ആത്മാവ്, കർത്താവ് കാൽവരിയെ കുറിച്ച് പ്രാണൻ നൽകിയത് ആർക്ക് വേണ്ടിട്ടോ? അവൻ ഒരുത്തനാണ് കാണാതെ പോയ ആട്. അതിന്റെ പിന്നാലെ യേശു പോയതുപോലെ നിങ്ങളിൽ ആരെങ്കിലും കാണാതെ പോയ ആട് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ സുവിശേഷമല്ല, ഇത് സത്യസുവിശേഷം, മറഞ്ഞിരുന്നതിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന സത്യസുവിശേഷം കേട്ടിട്ട് നിങ്ങൾ അടങ്ങിയിരിക്കുന്നു എങ്കിൽ നിങ്ങൾ കൗലിടയന്മാരും ജാരസന്തതികളും അത്രേ, ദൈവസന്തതി അല്ല. വിശ്വസിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പറയാം. ഇതിന്റെ നോട്ടുകൾ വേണമെങ്കിൽ ചോദിക്കും, നോട്ടുകൾ അയച്ചു തരാം. നിങ്ങൾ നോട്ടാക്കിയാൽ ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രിന്റ് ചെയ്തോ, ഇനി വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് തരാം. നിങ്ങൾ ഇതിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വേണമെങ്കിൽ DTP എടുത്തു തരാം. നിങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ നിക്ഷേപമാകും. ധൈര്യമായിട്ട് കൊണ്ടു കൊടുക്കാൻ ധൈര്യമുണ്ടോ? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ കഴിയുള്ളൂ.
ഇനിയുണ്ട് ബ്രദർ, അയച്ചു തരാം. ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന ഞാൻ വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്ത് അതിനെ കൂടെ ചേർത്ത് അയച്ചു തരാം. ഇനിയും താഴോട്ട് കാണിച്ചു തരാം. മഹാദൈവം ആരാണ്? യേശുക്രിസ്തുവിനെ മഹാദൈവം എന്ന് പറയുന്നു, യഹോവയെ മഹാദൈവം എന്ന് പറയുന്നുണ്ട്, വീരനാം ദൈവം എന്നും പറയുന്നുണ്ട്. ബദ്ധന്മാരെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് സങ്കീർത്തനത്തിൽ 68:18 പറയുന്നത് യഹോവയാണ്. പക്ഷേ എഫേസ് എല്ലാവരും ബദ്ധന്മാരെ വിടിവിച്ചു കൊണ്ടുപോയി മുകളിലേക്ക് കയറി നല്ല ദാനങ്ങളെ കൊടുത്തത് യേശുക്രിസ്തുവാണ്. ഇതുപോലെ പാറ, ഞാനാകുന്നു പാറ, യഹോവയും പാറ, യേശുക്രിസ്തുവും പാറ, യഹോവ ഇടയൻ, യേശുക്രിസ്തു, ഇങ്ങനെ ഒരുപാട് വചനങ്ങളുണ്ട്. ഇതെല്ലാം ബൈബിളിൽ കൊടുത്തിട്ടും സാത്താൻ മുഴുവൻ ലോകത്തെയും അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സത്യം വിളിച്ച് പറയുന്നത് നമ്മളെന്ന് കാണാനൊന്നും ഒരു ഭംഗിയൊന്നുണ്ടാവില്ല ലോകക്കാർക്ക്. നമ്മളെ കുടുംബവും ഗോത്രവും നമ്മളെ കാണുമ്പോൾ നീയാ സുവിശേഷം അറിയിക്കാൻ പോലെ, എന്റെ പള്ളി നോക്ക്, വലിയ സമ്പന്നന്മാരാ, എന്റെ പുരോഗതി നോക്ക്, നമ്മളൊന്നുമില്ല. അവിടെ എന്ത് ചെയ്യുന്നത്? യേശുവിന്റെ പിന്നാലെ പോയി ആൾക്കാരെ നോക്കുന്നവരാ, ആർക്കും കൊള്ളാത്തവരാ. യേശുവിനെ മനസ്സിലായത് കുറേ പേര് മനസ്സിലായവര് അത് ചൂണ്ടിക്കാണിച്ചു നിൽക്കുക. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അന്തരംഗം ബൈബിൾ പറയുന്ന പോലെ അന്തരംഗം കത്തിക്കൊണ്ടിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കർത്താവേ. ഇത് യൂട്യൂബിലും പോസ്റ്റ് ചെയ്യും, ഫേസ്ബുക്കിലും എല്ലായിടത്തും ഇടണം. ദൈവജനം അറിയണം. കരുണയുള്ള കർത്താവേ, ഇതുപോലെ ദൈവവചന സത്യം വിളിച്ചു പറയുവാൻ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് പരിശോധിച്ച് നടക്കും. വിളിച്ചു പറഞ്ഞതുകൊണ്ടും കാര്യമില്ല, കേട്ടതുകൊണ്ടും കാര്യമില്ല. പറയുന്ന വ്യക്തിയും വിശ്വസിക്കണം, കേൾക്കുന്ന വ്യക്തിയും വിശ്വസിക്കണം. വിശ്വസിച്ച് ജീവിക്കുന്നതാണ് ആത്മാവിന്റെ ഫലം. ആ ഫലം എന്ന വ്യക്തിയെ ശേഖരിക്കാനാണ് കർത്താവ് വരുന്നത്. കരുണയുള്ള കർത്താവേ, ഈ ദൈവിക വെളിപ്പാടുകൾ ബൈബിളിൽ മറഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും ബൈബിളിലുണ്ട്. അവിടെ പുരോഹിതന്മാർക്ക് അത് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നില്ല. അത് പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെടാൻ നിൽക്കുന്നിടത്തോളം ഇത് പറഞ്ഞാലും ഗ്രഹിക്കുകയില്ല. എന്നാൽ ആരെങ്കിലും ആകാംക്ഷയോടെ നമ്മൾ ആ സഭകളിൽ ഇരുന്നപ്പോൾ അന്വേഷിച്ചുകൊണ്ട് ആത്മാവിൽ ദരിദ്രനായി ഈ ദൈവവചന സത്യം കേട്ടിട്ടും ആത്മാവിൽ ദുഃഖം തോന്നിയിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഭാഗ്യവാൻ. കരുണയുള്ള കർത്താവെ, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇത് ശരിയെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയും എന്നാൽ ബുദ്ധി പുറകോട്ട് വലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്താം. കരുണയുള്ള കർത്താവെ, ലോകത്തിന്റെ അറ്റത്തോളം അങ്ങനെ സത്യസുവിശേഷം പോകണമെന്നാണല്ലോ അങ്ങ് ഉദ്ദേശിക്കുന്നത്. നിർജ്ജന പ്രദേശങ്ങളിലും മരുഭൂമിയിൽ നീരുറവുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനോടുകൂടി ദൈവവചന സത്യം ലോകത്തിന്റെ അറ്റത്തോളം പറയേണ്ടതാകുന്നു. ഞങ്ങളത് അവിടെ ഘോഷിച്ചിരിക്കുന്നു. കർത്താവെ, അനേകർ സംസാരിപ്പാനും തിരിഹിതമെങ്കിൽ ദൈവം അവിടെ കർത്താവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് തന്റെ ആളുകളെ ചേർപ്പാനും പരിശുദ്ധാത്മാവെ നമ്മളെ തന്നെ ആദ്യം അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ വഴി നടത്തപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട തിരുവചന പ്രകാരം അടുത്ത ആഴ്ച വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയോടെങ്കിലും മനസ്താപത്തോടുകൂടി കർത്താവിന്റെ ഹൃദയത്തിന്റെ ദാഹമാണെന്ന് കണ്ടുകൊണ്ട് ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് കർത്താവ് പരിശോധിക്കും. കാരണമുള്ള കർത്താവെ, അതിനായി അഭിഷേകം ചെയ്യുന്നു. ആത്മാവിനെ വഴി നടത്തപ്പെടുന്ന യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ട്, വീഡിയോയിൽ കേൾക്കുന്നവരുണ്ട്. കർത്താവെ, അവരെ യേശുക്രിസ്തുവിന്റെ ലജ്ജയില്ലാതെ എന്റെ പുരോഹിതനും എന്റെ ബന്ധുക്കളും പറയുമ്പോൾ പിശാചിനെ വിളിച്ചാലും അവരെ അപ്പോൾ വിട്ടുകളയുക. യേശുവിനെയും ഭൂതമെന്ന് വിളിച്ചെങ്കിൽ നമ്മളെ അങ്ങനെ തന്നെ വിളിക്കണം. കാരണമുള്ള കർത്താവെ, സത്യസുവിശേഷം അറിയിക്കാനുള്ള ആത്മാവിന്റെ ദാഹത്തോടുകൂടി എരിവോടുകൂടി കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ അവരെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ആദ്യം തങ്ങളുടെ കൃപയും സാന്നിധ്യം കൂടെ തരുന്നതിനായി നന്ദി. യേശുക്രിസ്തു നാമത്തിൽ ആമേൻ, ആമേൻ.